ശമൂവേലിന്റെ പുസ്തകം സ്തോത്രം 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം താങ്ക് യു ജീസസ് ഹല്ലേലൂയ 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം സ്തോത്രം അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്കും മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. നമുക്കൊരുമിച്ച് ശബ്ദമുയർത്തി വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദത്തിൽ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ അവൻ്റെ നഗരം. ഓ പവർഫുൾ. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ശക്തിയോടെ എല്ലാവരും പറഞ്ഞാട്ടെ, എന്നിട്ടും. യെസ്, എന്നിട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ, എന്നിട്ട്. യെസ്, കുറവുകൾ നിങ്ങൾക്കുണ്ട്, പക്ഷേ എന്നിട്ടും. വെല്ലുവിളികൾ ഉണ്ട്, എന്നിട്ടും. സ്തോത്രം, അതെ, പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിക്കും. സ്തോത്രം, ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. മത്തായി സുവിശേഷം സ്തോത്രം 5-ാം അധ്യായം 35-ാം വാക്യം. ഭൂമിയെ കൊണ്ട് അരുത്, അത് അവൻ്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ട് അരുത്, ശക്തിയോടെ പറഞ്ഞേ, അത് മഹാരാജാവിൻ്റെ നഗരം. യെരൂശലേമിനെ കൊണ്ട് അരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. സ്തോത്രം, അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾക്കൊരു ക്യാപിറ്റലുണ്ട്, നിങ്ങൾക്കൊരു തലസ്ഥാനമുണ്ട്. പറ, നിങ്ങൾക്കൊരു ഹെഡ് ക്വാർട്ടർ ഉണ്ട്. അത് വല്ലവനും പിടിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ തന്നെ അത് പിടിച്ചിരിക്കും. നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമുണ്ട്. അത് വല്ലവനും പിടിക്കുന്നത്, വല്ലവനും വസിക്കുന്നത് നിങ്ങൾ കാണുകയില്ല. സ്തോത്രം, അത് നിന്റെ പേരിൽ കർത്താവ് എഴുതി മാറ്റി വച്ചിരിക്കുകയാണ്. ആമേൻ. അത് നിന്റെ പേരിൽ കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, അതെ, നിന്റെ പേരിൽ ആ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിൻ്റെ ചലനം എന്ന വിഷയത്തിൽ നിന്നാണല്ലോ ദൈവകൃപയാൽ നാം സ്തോത്രം ഈ നാളുകളിൽ ചിന്തിക്കുന്നത്. ധാരാളം ദൈവം സ്തോത്രം ചലിക്കുന്ന വിധങ്ങളുണ്ട്. ദൈവം ഉഴപ്പന്മാരിലൂടെയല്ല ചലിക്കുന്നതെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. ഉത്സാഹികളിലൂടെയാണ് ദൈവം ചലിക്കുന്നത്. പകൽ ഉറങ്ങാത്ത എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. യെസ്, ഉത്സാഹികളിലൂടെയാണ് ദൈവം ചലിക്കുന്നത്. ന്യൂനപക്ഷേ ഉള്ളൂ, ആമേൻ മതിയാവും. സ്തോത്രം, അതെ, ദൈവം ഉത്സാഹികളിലൂടെയാണ് തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. പ്രാർത്ഥനയിൽ ഉത്സഹിക്കുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ ജയം കണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നവരാണോ ഒരു കർമ്മേലിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്നു. സ്തുതിക്കുന്നവരാണോ നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. നമ്മളത് വീണ്ടും കേൾക്കും. സ്തുതിക്കുന്നവരാണോ നിങ്ങൾക്കൊരു പ്രമോഷൻ ഉണ്ടായിരിക്കും. വീണ്ടും അതെ, വിശ്വസിക്കുന്നവരാണോ നിങ്ങളുടെ അടയാളങ്ങൾ ഫോളോ ചെയ്യും. നിന്റെ നിഴൽ ഫോളോ ചെയ്യുന്നത് പോലെ, നിന്റെ നിഴൽ പിന്തുടരുന്നത് പോലെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്ന നിങ്ങൾ ബാംഗ്ലൂരിൻ്റെ എല്ലാ കോംപ്ലക്സുകളിൽ, എല്ലാ തെരുവുകളിൽ കർത്താവിൻ്റെ വിലയേറിയ അടയാളങ്ങൾ ദൈവകൃപയാൽ കാണുവാൻ വേണ്ടി പോകുന്നു. സോ വിശ്വസിക്കുന്നവൻ അടയാളങ്ങൾ കാണും, പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങളെ കാണും, സ്തുതിക്കുന്നവൻ ദൈവകൃപയാൽ ഉയരുന്നത് കാണും. കാരണം ഇത് ചക്കയുടെയും മാങ്ങയുടെയും സീസണല്ല, ദൈവം ചലിക്കുന്ന സീസണാണ്. ദെൻ എവർ ബിഫോർ. മറ്റേ വിശ്വാസ ജീവിതത്തിൻ്റെ ഏതൊരു കാലഘട്ടത്തെക്കാൾ, ഞാൻ ആവർത്തിക്കുന്നു, ശുശ്രൂഷയുടെ മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ ദൈവം നിങ്ങൾക്കായി ചലിക്കുന്ന ദിവസങ്ങളാണ് ഇത്. കാരണം വായിച്ച സ്തോത്രം ടെക്സ്റ്റിൽ വായിച്ചതായ ആ ഭാഗത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മറ്റേതൊരു കാലത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ലാൻഡ് മാർക്ക് മിറക്കിൾ ദൈവം സ്തോത്രം അവന് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങൾക്ക് പ്രായം കൂടി കാണും, നിങ്ങൾക്ക് തലമുടി നരച്ചു കാണും, 55 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ റിട്ടയർമെൻറ്റിൽ പ്രവേശിച്ച് കാണും. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാലം ഒത്തിരിയായെന്ന് കണ്ണാടി കള്ളം പറയുന്നുണ്ടായിരിക്കും. പക്ഷേ കണ്ണാടി കള്ളം പറയും, കർത്താവ് കള്ളം പറയുകയില്ല.
കാരണം തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ 45 45-ാമത്തെ വയസ്സിലാണ് കാലേബ് അതെ ഈജിപ്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മോശയോടൊപ്പം മരുഭൂമിയിൽ നടന്നത്. 45 വയസ്സ്. 40 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് 85 വയസ്സായി. 85 വയസ്സായവൻ 45-ന്റെ വർത്തമാനം ഇപ്പൊ യോശുവയുടെ മുമ്പിൽ പുറത്തടിക്കുകയാണ്. ഓ പോയി 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 85 വയസ്സായവൻ 45 വയസ്സിന്റെ വർത്തമാനം പുറത്തെടുത്തിട്ട് പറയുന്നുണ്ടോ, സ്തോത്രം യോശുവ, നമ്മൾ ഒരുമിച്ചാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ സ്തോത്രം, നമ്മൾ ഈ വാഗ്ദത്തത്തിന്റെ ഒരു കോണിലാണ് എത്തിയത്. അത് അണ്ടർലൈൻ ചെയ്യും. വാഗ്ദത്തത്തിന്റെ ഒരു കോണിലാണ് എത്തിയത്. നീ സെറ്റിൽ ചെയ്തു യോശുവ. നീ പറഞ്ഞു, സ്തോത്രം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് നീ സാച്ചുറേറ്റഡ് ആയി, നീ സാറ്റിസ്ഫൈഡ് ആയി. എന്നാൽ നീ ചലനത്തിൽ നിന്ന് പുറത്തു പോയാൽ എനിക്ക് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. നിന്റെ ഗോത്രമല്ല എൻ്റെ ഗോത്രം, എൻ്റെ ഗോത്രം യഹൂദാ ഗോത്രമാണ്. യഹൂദാ ഗോത്രമാണെങ്കിൽ സ്തോത്രം, അതൊരു രാജഗോത്രമാണ്. ഇന്ന് രാത്രിയിലും ദൈവകൃപയാൽ അവണ്ണമുള്ളതായ അഭിഷേകം ചുമക്കുന്ന ദൈവജനത്തിനായി, ദൈവമക്കൾക്കായി സ്തോത്രം. ആരെയോ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, കുഞ്ഞേ, ഒരു യഹൂദാ ഗോത്രം തുരുമ്പ് പിടിക്കാതെ മുന്നോട്ട് പോയതുപോലെ തുരുമ്പില്ലാ മെഷീനായി ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. യെസ്, അങ്ങനെ 85-ാമത്തെ വയസ്സിൽ കാലേബ് സ്തോത്രം യോശുവയോട് പറയുന്നു, ഗിവ് മീ ദാറ്റ് മൗണ്ടൻ, ഗിവ് മീ ദാറ്റ് മൗണ്ടൻ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മലയാളം ബുദ്ധിയിൽ ഞാൻ പറഞ്ഞേനെ, അപ്പച്ച കാലങ്ങൾ എത്രയൊക്കെ ആയില്ലേ, സ്തോത്രം, താഴോട്ട് ഇറങ്ങുന്നതല്ലേ ബുദ്ധി, പ്രായം എത്രയൊക്കെ ആയില്ലേ, ആ താഴ്വരയിലേക്ക് താഴോട്ട് ഇറങ്ങുന്നതല്ലേ ബുദ്ധി എന്ന് ചോദിച്ചാൽ 85 വയസ്സുള്ളവൻ പറയും, എൻ്റെ ഗ്രാഫ് ഒരിക്കലും താഴോട്ടല്ലടാ സുരേഷേ. ഞാൻ താഴോട്ട് ഇറങ്ങുന്നത് ലോകം കാണുകയില്ല, ഞാൻ മേലോട്ട് കയറുന്നത് മാത്രമേ ലോകം കാണുകയുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, നീ ഒരിക്കലും താഴേക്കല്ല, നീ മേലേക്കാണ്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്. ബാക്കി പറ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിൽ നിന്ന്. സ്തോത്രം. 45-ന്റെ വർത്തമാനം എങ്ങനെയാ കുട്ടി നിനക്ക് 85-ന്റെ അപ്പച്ച നിനക്ക് പറയാൻ കഴിയുന്നത്? 45-ന്റെ വർത്തമാനം എങ്ങനെ 85-ൽ പറയാൻ പറ്റുന്നത്? അതെ, ഞാൻ കുട്ടിക്കൂറയിലും ഫോൺസിൻ്റെയും കീഴിലല്ല വസിച്ചത്, ഞാൻ മഹത്വത്തിൻ്റെ മഹത്വത്തിന്റെ കീഴിലാണ് വസിക്കുന്നത്. ഒരു കാര്യം പറയാം, മഹത്വത്തിൽ വസിക്കുന്നവൻ എന്നും ഫ്രഷ് ആയിരിക്കും. മഹത്വത്തിൽ വസിക്കുന്നവൻ പഴകത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചർച്ച് പൊളിറ്റിക്സിലല്ല വസിക്കേണ്ടത്, കസേരക്കളിയിലല്ല വസിക്കേണ്ടത്, ബിസിനസ് മെന്റാലിറ്റിയിലല്ല വസിക്കേണ്ടത്. ഈ തലമുറയിലും ചീത്തയാകാൻ മനസ്സില്ലാത്ത ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ഈ തലമുറയിലും താഴോട്ട് പോകാൻ മനസ്സില്ലാത്ത ആരൊക്കെയോ കേൾക്കുന്നു. അവർ പറയുന്നു, അത്യുന്നതന്റെ മറവിലും, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ ഒരിക്കലും ചീത്തയാകുന്നില്ല. നീ എന്നും ഫ്രഷ് ആയിരിക്കും. പ്രവചനമാണ് ഏറ്റെടുക്കുക. നിന്റെ ദൂത് ഫ്രഷ് ആയിരിക്കും, നിന്റെ ചലനങ്ങൾ ഫ്രഷ് ആയിരിക്കും. നീയും നിന്റെ സഭയും ഒരിക്കലും പഴകത്തില്ല. അത് വറ്റാത്തൊരു നീരുറവയായിരിക്കും, അത് നനഞ്ഞ തോട്ടമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂതറിയിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ മഹത്വത്തിൽ മറഞ്ഞിരുന്നത് കൊണ്ട് 45-ന്റെ ആരോഗ്യം 85-ലും കണ്ടു എങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവവേദന മനസ്സിലാക്കണം. സ്തോത്രം. പലതിനും ഈ ദിവസങ്ങളിൽ അതേ പഴക്കമില്ലാതെ പുതുക്കത്തോടെ ദൈവം നിനക്ക് തിരികെ നൽകുവാൻ വേണ്ടി പോകുകയാണ്. വിഷയം ഇതാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഇന്ന് രാത്രി മുഴുവൻ നിൽക്കേണ്ടി വരും. സ്തോത്രം. വിഷയം ഇതാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് മിറക്കിൾ ദൈവം ചെയ്യുന്നു. ആരുടെ ജീവിതത്തിൽ? ദാവീദിന്റെ ജീവിതത്തിൽ. സ്തോത്രം. അതെ, ക്യാരക്ടർ സ്റ്റഡി ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വൈ ക്യാരക്ടർ സ്റ്റഡി? എന്തുകൊണ്ടാണ് സ്തോത്രം വ്യക്തികളെ കുറിച്ച് നാം പഠിക്കുന്നത്? ക്യാരക്ടർ സ്റ്റഡി ദൈവത്തിന്റെ ആത്മാവ് അതേ സഭയ്ക്ക് നൽകുന്നത് ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. സ്തോത്രം. ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് കരിസ്മയുള്ളൂ. ഒരിക്കൽ കൂടെ, ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് കരിസ്മയുള്ളൂ. കർത്താവെ കരിസ്മ തരണമേ. അർത്ഥം, കർത്താവെ ശക്തി തരണമേ, ശക്തി തരണമേ. രോഗം മാറണം, ഭൂതം ഓടണം, ശക്തിയോടെ പ്രവചിക്കണം, കൃത്യമായി പ്രസംഗിക്കണം. അതേ, ശക്തി തരണമേ എന്നാരെങ്കിലും ചോദിച്ചാൽ ദൈവം നിന്നോട് ചോദിക്കുന്നത് സ്വഭാവം എവിടെ? സ്വഭാവമുള്ളവന് മാത്രമേ അതേ ദൈവം ശക്തി പകരത്തുള്ളൂ.
ഹല്ലേലൂയ. കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന പെന്തിക്കോസ് സ്വഭാവമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. കൂടെ നിന്ന് ചർച്ചിനെ പൊളിക്കുന്ന സ്വഭാവമല്ല ഞാൻ പറയുന്നത്. ആത്മാക്കളെ മോഷ്ടിക്കുന്നവന്റെ പേര് കള്ളനല്ല, കൊള്ളക്കാരനാണ്. സ്തോത്രം. പകരം ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, അതെ കർത്താവായ യേശുവിന്റെ സ്വഭാവം. ഹല്ലേലൂയ. കൂടെ കൂടെ നമ്മൾ പറയാറുണ്ട്, പാടാറുണ്ട്, യേശുവെ പോലെ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആരെ പോലെ? ഓ, കേട്ടില്ല. ഞാൻ ഒത്തിരി ഫാസ്റ്റായി ഇന്ന് രാത്രി, എന്നാലേ തീരത്തുള്ളൂ. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശുവെ പോലെ. സോ യേശുവെ പോലെ നിന്റെ ക്യാരക്ടർ മാറിയാലേ ദൈവത്തിന് ആ ക്യാരക്ടർ മാറി, അല്ലെങ്കിൽ ഡിവൈൻ ക്യാരക്ടർ ഉള്ളതായ ആ പാത്രത്തിലെ ഡിവൈൻ പവർ ദൈവത്തിന് പകരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഗ്ലോറി. കർത്താവ് എങ്ങളുടെ മഹത്വത്തിൽ എന്നെ നിറയ്ക്കണമേ എന്നാരേലും ചോദിച്ചാൽ, സ്തോത്രം, പ്യൂരിറ്റി, കോൺസെക്രേഷൻ, ഹോളിനെസ്, വിശുദ്ധി ഉള്ള പാത്രത്തിൽ മാത്രമേ ദൈവത്തിന് മഹത്വത്തിന് ഇറങ്ങി നിൽപ്പാൻ കഴിയത്തുള്ളൂ. വിശുദ്ധന് മാത്രമേ മഹത്വം ചുമക്കാൻ കഴിയത്തുള്ളൂ. സ്വഭാവമുള്ളവനെ ശക്തി ചുമക്കാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, വിശുദ്ധിയുള്ളവന് മാത്രമേ, അല്ലെങ്കിൽ വിശുദ്ധന് മാത്രമേ മഹത്വം ചുമക്കുവാൻ കഴിയത്തുള്ളൂ. സ്വഭാവമുള്ളവന് മാത്രമേ ശക്തി ചുമക്കാൻ കഴിയത്തുള്ളൂ. ഒത്തിരി പേര് എഴുതുന്നു, ഞാൻ ആവർത്തിക്കുന്നു, വിശുദ്ധിയുള്ളവന് മാത്രമേ വിശുദ്ധിയുള്ളവന് മാത്രമേ മഹത്വം ചുമക്കുവാൻ കഴിയത്തുള്ളൂ. ശക്തിയുള്ളവൻ, സ്തോത്രം, സ്വഭാവമുള്ളവന് മാത്രമേ ശക്തി ചുമക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. കേട്ടവർ ഹല്ലേലൂയ പറ. യെസ്, ദാവീദിന്റെ സ്തോത്രം ക്യാരക്ടറിനായി സ്തോത്രം. തിരുവചനം പറയുന്നു, സ്തോത്രം, ഓൾമോസ്റ്റ് ദ സെയിം ആസ് ജീസസ്. യേശു കർത്താവിന്റെ ഹൃദയം പോലെ ഉള്ളതായ ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. നമ്മൾ പലപ്പോഴും സ്തോത്രം, എത്ര ആയിരക്കണക്കിന് നന്മയുണ്ടെങ്കിലും സ്തോത്രം നമ്മൾ പറയും, ആ പുഴുക്കുത്ത് ശരിയായില്ല, ആ ബെർശേബ, ആ പ്രശ്നം ശരിയായില്ല. സംഭവം ശരിയാണ്, പക്ഷേ ആ പ്രശ്നത്തെ മാറ്റി നിർത്തിയാൽ സ്തോത്രം അമേസിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു സ്തോത്രം ദാവീദ്. അമേസിംഗ് ആയ ഒരു മനുഷ്യൻ. സ്തോത്രം. അതെ, അവനെക്കുറിച്ച് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ആരാണ്? എൻ്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ. യേശുവിൻ്റെ നാമത്തിൽ. അതെ, നമ്മുടെ ക്യാരക്ടർ മാറുന്നെങ്കിൽ, നമ്മുടെ സ്വഭാവം മാറുന്നെങ്കിൽ, കുറച്ചുകൂടെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിന് നമ്മെ ഉപയോഗിപ്പാൻ തക്കൊണ്ട് കഴിയും. സ്തോത്രം. ദാവീദിന്റെ ആരംഭം നല്ലതല്ലായിരുന്നു. മൂന്ന് കൂട്ടരെ കുറിച്ച് ഞാൻ പറയട്ടെ. ആരംഭം മോശമാണ്, അവസാനം സ്തോത്രം നല്ലതാണ്. ആരംഭം വളരെ മോശമാണ്, അവസാനം സ്തോത്രം ഒത്തിരി നല്ലതാണ്. രണ്ടാമത് വേറൊരു കൂട്ടരുണ്ട്, ആരംഭം മോശമാണ്, അവസാനവും മോശമാണ്. മൂന്നാമത് വേറൊരു കൂട്ടർ ഉണ്ട്, ആരംഭം മോശമാണ്, ഇടയ്ക്ക് വെച്ച് വീണു, പക്ഷേ അവസാനം നല്ലതാക്കി. നാലാമത് വേറൊരു കൂട്ടരുണ്ട്, ആരംഭവും നല്ലതാണ്, അവസാനവും നല്ലതാണ്. ഈ പുള്ളി സ്തോത്രം, അവന്റെ ആരംഭം മോശമാണ്, അവന്റെ ആരംഭം നല്ലതല്ല. 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ, അയ്യോ, നിങ്ങൾക്കെല്ലാം അറിയാം. സ്തോത്രം. അതെ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അങ്കിൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവൻ്റെ അപ്പൻ യഹൂദൻ തന്നെയാണ്, ഇശായി തന്നെയാണ്. സ്തോത്രം. അതെ, ആരാ? ബോവസ്, ഒബേദ്, ഇശായി, ദാവീദ്. പക്ഷേ ആ ഇശായി എന്ന തൻ്റെ അപ്പൻ പെർഫെക്റ്റ് അപ്പനല്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും പെർഫെക്റ്റ് അപ്പനെയും കിട്ടിയിട്ടില്ല, പെർഫെക്റ്റ് അമ്മയും കിട്ടിയിട്ടില്ല. കുറവുകളായിരിക്കും നിന്റെ വീട്ടിലുള്ളത്. നിനക്കും നിന്റെ വീട്ടിലും കുറവുകളുണ്ടെങ്കിൽ ധൈര്യമായിരിക്കും, നിറവന്റെ ഒരു കർത്താവ് സ്വർഗത്തിൽ ദൈവകൃപയാൽ ജീവിക്കുന്നു. ഇശായി അത്ര നല്ലവനല്ല. ഇശായിക്ക് ചില ചുറ്റിക്കളികൾ ഒക്കെ ഉണ്ടായിരുന്നു. യഹൂദ ചരിത്രം പറയുന്നു, തൽമൂദ് പറയുന്നു സ്തോത്രം, ഇശായിക്ക് ഈ യൂറോപ്യൻ സൈഡിലുള്ള ഒരു ലേഡിയുമായിട്ട് ചില ചുറ്റിക്കളി ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടായ സന്താനമാണ് സ്തോത്രം ഈ ദാവീദ് എന്ന് പറയുന്നത്. സ്തോത്രം. ഇശായി ഏഷ്യക്കാരനാണ്, അല്ലെങ്കിൽ യഹൂദനാണ്. ഏകദേശം നമ്മെപ്പോലെ സ്കിൻ കളറുള്ള കറുത്ത മുടിയുള്ളവനാണ് ഇശായി. പക്ഷേ യൂറോപ്യൻ സൈഡിലുള്ള ആ സ്ത്രീ അങ്ങനെയല്ല. അവൾ നല്ല വൈറ്റിഷാണ്. സ്തോത്രം. അവളുടെ തലമുടി വന്ന ബ്ലോണ്ട് ഹെയർ ആണ്. സ്തോത്രം. ജനിച്ച് ഈ കുട്ടി ഇങ്ങനെ പുറത്തു വന്നപ്പോൾ കാക്കക്കൂട്ടിൽ കുയിൽക്കുട്ടി വളർന്നതുപോലെ ആ വീട്ടിൽ പെടാത്തവനെ പോലെയായിരുന്നു ഇശായി. സ്തോത്രം. ഇശായി ദാവീദിനെ കണ്ടത് മറ്റു മക്കളെ പോലെയല്ല ദാവീദ്, മറ്റുള്ളവരെ പോലെ അല്ല. പലരും നിന്നെ വെറുക്കുന്നതിന് കാര്യം നീ അവരെ പോലെ അല്ല. അവർക്കില്ലാത്ത എന്തൊക്കെയോ തമ്പുരാൻ നിനക്ക് തന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് പലരും നിന്നെ വെറുക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ വീട്ടിൽ വെറുക്കപ്പെട്ടവനായിട്ടാണ് ദാവീദ് കാണപ്പെട്ടത്. ഇശായിയുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ സ്തോത്രം ഇശായിയെ നോക്കി പറയും, ഈ ദാവീദിനെ കാണുമ്പോൾ ഇശായി നോക്കി അവർ പറയും, ഇശായിയേ നിനക്കെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ന അർത്ഥത്തിൽ സ്തോത്രം കുത്തുവാക്ക് പറയുമ്പോൾ ഈ ദാവീദ് ആ വീടിന് നാണക്കേടായി. ആ വീട്ടിൽ ദാവീദ് വന്ന് ഒരു നാണക്കേടായി അവൻ നിൽക്കുകയാണ്. കൊച്ചേർക്കനാണല്ലോ, ഇളയവനാണല്ലോ. അപ്പം ഇളയ കുട്ടികൾ വളരെ സ്തോത്രം വയലൻ്റ് ആയിരിക്കും. കയ്യുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. ഇളയ കുട്ടികൾ വളരെ വയലൻ്റ് ആയിരിക്കും. മൂത്ത കുട്ടികൾ മിക്കവാറും സൈലൻറ്റും ആയിരിക്കും. മൂത്ത കുട്ടികൾ സൈലൻ്റ് ആയിരിക്കും, ഇളയ കുട്ടികൾ വയലൻറ്റും ആയിരിക്കും. ഓടി നടക്കും, ബഹളം ഉണ്ടാക്കും. സ്തോത്രം. സോ മൂത്ത പിള്ളേരെല്ലാം ഒതുങ്ങിയിരിക്കുമ്പോൾ ഈ ഇശായി ബ്ലോണ്ട് ഹെയർ, അമ്മയുടെ മിക്കവാറും കോംപ്ലക്ഷൻ ഉള്ളവൻ, തലമുടി നിറമുള്ളവൻ, ആ വീട് മുഴുവൻ ഇങ്ങനെ ഓടി നടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ ഇശായിക്ക് ഈ ചെറുക്കനൊന്ന് കുറച്ചിലാണ്. സ്തോത്രം. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം, കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ഇവനെ കുറച്ച് സ്തോത്രം ജോലിയൊക്കെ കൊടുത്ത് ഒരു മാനേജർ രൂപത്തിൽ വീടിന് പുറത്ത് ഒതുക്കാൻ നിർത്തി. ഈ ദിവസം ആരോ പറയുന്നുണ്ടായിരിക്കും, എന്നെ അവന്മാർ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ ഒരു കാര്യം പറയട്ടെ, കല്ലറയിൽ പോലും ഒതുങ്ങാത്തവനാണ് നമ്മുടെ കർത്താവ്. ഒതുക്കാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ നിനക്കൊരു ഭയങ്കര ഉയർപ്പിന് വേണ്ടി ദൈവം തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. സ്തോത്രം. യവനെ വീടിന് പുറത്ത് യവനെ ഒതുക്കാൻ നോക്കി. പക്ഷെ വീടിന് പുറത്ത് സ്തോത്രം ഒതുങ്ങിയിട്ടും പരിപാടി ജയിക്കാത്തത് കൊണ്ട് യവൻ്റെ കയ്യിൽ കുറച്ച് ആടിനെയൊക്കെ കൊടുത്ത് സ്തോത്രം കാട്ടിൽ വിട്ടു. വല്ല കരടിയും സിംഹവും ഒക്കെ വന്ന് യവനെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ആക്കട്ടെ എന്ന് പറഞ്ഞ് അവന് കുറച്ച് ആടിനെയും സ്തോത്രം മറ്റുമൊക്കെ കൊടുത്ത് യവനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. സ്തോത്രം. എന്നാൽ ദൈവകൃപയാൽ പറയട്ടെ, മനുഷ്യൻ ഡിമോഷൻ തരുമ്പോൾ പ്രൊമോഷൻ തരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ആ വീട് അവനെ റിജക്റ്റ് ചെയ്തു. തിരസ്കരണം, റിജക്ഷൻ നല്ലതല്ല. സ്തോത്രം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വീണു. 30,000 പേർ 40,000 പേർ ഭാഗ്യവാന്മാരായി അങ്ങ് പോയി. എന്താ ഭാഗ്യവാന്മാരായി പോയി എന്ന് പറഞ്ഞാൽ വേദന അറിയാതെ മരിച്ചു. സ്തോത്രം. വേദന അറിയാതെ മരിച്ചു. അയ്യോ, നല്ല കാര്യമാണ്, ഭയങ്കര ലോട്ടറിയാണ് വേദന അറിയാതെ മരിക്കുന്നത്. പക്ഷേ റിജക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. തിരസ്കരണം എന്ന് പറയുന്നത് ഇഞ്ച് ബൈ ഇഞ്ചായി നിന്നെ കൊല്ലുന്നതാണ്. സ്തോത്രം. റിജക്ഷൻ എന്ന് പറയുന്നത് വീട്ടുകാരവനെ റിജക്റ്റ് ചെയ്ത് അവനെ കാട്ടിലേക്ക് ഇട്ടു. എന്നാൽ സ്തോത്രം, ഈ രാത്രി വളരെ ശക്തവും വ്യക്തവുമായി ഞാൻ പറയട്ടെ, when man rejects, God selects. മനുഷ്യൻ നിന്നെ തള്ളുമ്പോൾ താങ്ങുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. കേൾക്കുന്നവരെല്ലാവരും ആമേൻ പറഞ്ഞു മക്കളെ. സ്തോത്രം. മനുഷ്യൻ തള്ളുമ്പോൾ ദൈവം സ്തോത്രം അതേ താങ്ങുന്നവനാണ്. മനുഷ്യൻ റിജക്റ്റ് ചെയ്യുമ്പോൾ ദൈവം നിന്നെ സെലക്ട് ചെയ്യുകയാണ്. അപ്പൻ തള്ളിയെങ്കിൽ, അമ്മ തള്ളിയെങ്കിൽ, സഭ തള്ളിയെങ്കിൽ, ബന്ധുക്കൾ തള്ളിയെങ്കിൽ, കമോൺ, യേശുവിൻ്റെ നാമത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി തമ്പുരാൻ നിന്നെ തിരഞ്ഞെടുക്കും. അത് വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനോട് റെസ്പോണ്ട് ചെയ്യും. ഹല്ലേലൂയ. അപ്പൻ യാക്കോബ് ലേവിയെ റിജക്റ്റ് ചെയ്തു. ദൈവം അവനെ പുരോഹിതനാക്കി. പൗരോഹിത്യ അഭിഷേകം ലേവിയുടെ മേൽ കടന്നു വന്നു. സ്തോത്രം. സോ റിജക്ഷൻ കണ്ടതായ ലേവി അതേ വീട്ടിന് അവൻ പുരോഹിതനായി തീർന്നു. ഇപ്പോൾ ഇതാ സ്തോത്രം, വീട്ടിൽ നിന്ന് റിജക്ഷൻ അനുഭവിച്ച മറ്റൊരുത്തൻ രാജാവും ആയി തീരുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജീവിതത്തിൻ്റെ യാത്രയിൽ എവിടെയെങ്കിലും നിനക്ക് തിരസ്കരണങ്ങൾ ഉണ്ടായി എങ്കിൽ ഏതോ ഉന്നതമായ ലിസ്റ്റിൽ നിന്റെ പേരിനെയും സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ എഴുതി ചേർക്കുകയാണ്. ഹല്ലേലൂയ. ഏതോ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിന്നെയും ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക്, ഏറ്റവും സ്തോത്രം ഏറ്റവും കാഠിന്യമേറിയ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇതാ ദാവീദിനെ സ്തോത്രം അതേ കുടുംബം വലിച്ചെറിഞ്ഞിരിക്കുന്നു. സ്ഥലം സ്തോത്രം കാടാണ്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അവന് ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, വാട്സപ്പ് ഇല്ല, മെസ്സഞ്ചർ ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. ലോൺലി ആയി ഒറ്റയ്ക്ക് അവൻ കടന്നു പോകുകയാണ്. ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കേൾക്കണം, എല്ലാ ശക്തന്മാരും ഒറ്റയ്ക്കായിരുന്നു.
കൂട്ടമായിട്ടാണ് കാക്കകൾ പറക്കുന്നത്, പക്ഷേ കഴുകൻ ഒറ്റയ്ക്കാണ് പറക്കുന്നത്. കേൾക്കണം, ആമേൻ പറഞ്ഞേ. സ്തോത്രം. എല്ലാ ശക്തന്മാരും ഒറ്റയ്ക്കായിരുന്നു. നീ ലോൺലി ആയതല്ല, ദൈവം അങ്ങനെ ആക്കി തീർത്തതാണ്. നിന്റെ ചുറ്റുമുള്ള വാതിലുകൾ അടയുമ്പോൾ നിന്റെ പത്മോസിൽ ഉന്നതമായ വെളിപ്പാടുകൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. ആ പരിതാപകരമായ അവസ്ഥയിൽ, ആ റഫ് ആൻഡ് ടഫ് അറ്റ്മോസ്ഫിയറിൽ, സ്തോത്രം, ആ റഫ് ആൻഡ് ടഫ് സ്തോത്രം അവസ്ഥയിൽ, ആ ഒറ്റപ്പെട്ട അനുഭവത്തിൽ അവൻ സ്തോത്രം തേടേണ്ട ദൈവത്തെ തേടി. സ്തോത്രം. ജീവിതത്തിൻ്റെ സെറ്റ് ബാക്കുകളിൽ അയ്യോ പാവം, എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ മാത്രം തൊലഞ്ഞു, ഞാൻ മാത്രം കരഞ്ഞു, എൻ്റെ പകുതി പ്രാർത്ഥിച്ചവർക്ക് പോലും എല്ലാം ഉണ്ടായി, എനിക്ക് മാത്രം ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് അവൻ സെൽഫ് പിറ്റിയിലല്ല ജീവിച്ചത്. കേട്ടോ, ആമേൻ പറ. എല്ലാ സെൽഫ് പിറ്റി സ്പിരിറ്റും ഇന്ന് രാത്രി ദൈവകൃപയാൽ പൊട്ടട്ടെ. അയ്യോ, ഞാൻ മാത്രം എങ്ങനെ, എൻ്റെ വീടിങ്ങനെ, എൻ്റെ ഭാവി ഇങ്ങനെയേ, എനിക്ക് മാത്രം ഇങ്ങനെ ആയിപ്പോയി. നോ, അങ്ങനെ സെറ്റ് ബാക്കിലല്ല നീ ജീവിക്കുന്നത്. ആരോടോ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ഒരു ഫൈറ്റ് ബാക്കിന് വേണ്ടി ഒരുങ്ങിക്കോ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും, പന്ന പിശാചേ, നീ എൻ്റെ മുടി വെട്ടിയാൽ ഞാൻ നിന്റെ തല വെട്ടും. യേശുവിൻ്റെ നാമത്തിൽ ഒരു അഗ്രസീവ് സ്പിരിറ്റ്, നമുക്കിങ്ങനെ പറയാം, ഒരു വിശുദ്ധ കോപം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ദയവായി വീട്ടിൽ പോയി എടുക്കരുത്. ഹല്ലേലൂയ. ഒരു അഗ്രസീവ് നേച്ചർ, ഡിവൈൻ അഗ്രസീവ് നേച്ചർ ദൈവകൃപയാൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവകൃപയാൽ പുറത്തു വരട്ടെ. സ്തോത്രം. മിഷൻ ചരിത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ മുറിവേറ്റവരാണ്. ഹഡ്സൺ ടൈലർ ആകട്ടെ, അതേ സ്തോത്രം, വില്യം കേരി ആകട്ടെ, ജീവിതത്തിൽ മുറിവേറ്റവരാണ് ഏറ്റവും ദൈവകൃപയാൽ പ്രയോജനപ്പെട്ടത്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മുറിവേറ്റ പടയാളികളാണ് ഉറങ്ങുന്ന പിന്മാറ്റക്കാരനേക്കാൾ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ടത്. മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികം ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ഇവൻ കാട്ടിൽ കിടന്ന് ദൈവത്തെ തേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, ശൗൽ ദൈവത്തെ മാറ്റി നിർത്തി. ശൗൽ ദൈവത്തെ റിജക്റ്റ് ചെയ്തു. പക്ഷേ സ്തോത്രം, ദാവീദ് ദൈവത്തെ തേടി. ശൗൽ തേടിയത് പൊസിഷനാണ്, ദാവീദ് തേടിയത് പ്രസൻസ് ആണ്. Hallelujah. Bethel Assemblies of God, നിനക്ക് വേണ്ടിയത് പൊസിഷൻ അല്ല, നിനക്ക് വേണ്ടിയത് അവന്റെ പ്രസൻസ് ആണ്. കരങ്ങൾ ഉയർത്തി പറ, അങ്ങേ വേണോ, അങ്ങേ വേണം. ഹല്ലേലൂയ. അലക്സാണ്ടർ ചക്രവർത്തി ഒരു ദിവസം അതേ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ 4 പേര് നിൽക്കുന്നു. ഒരുത്തൻ പറഞ്ഞു, അങ്ങയുടെ സൈന്യം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഒരുത്തൻ പറഞ്ഞു, അങ്ങയുടെ ഖജനാവ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, കാരണം അങ്ങാണ് ഏറ്റവും വലിയ ധനികനായ രാജാവ്, അങ്ങയുടെ ഖജനാവ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. മൂന്നാമത്തവന് പറഞ്ഞു, അങ്ങയുടെ സൈന്യം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങയുടെ സൈന്യം ഏറ്റവും വലിയ പരാജയം എന്തെന്ന് കാണാത്ത സൈന്യമാണ്. നാലാമത്തവൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങേ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, കാരണം അങ്ങുണ്ടെങ്കിൽ ഖജനാവുണ്ട്, അങ്ങുണ്ടെങ്കിൽ സൈന്യമുണ്ട്, അങ്ങുണ്ടെങ്കിൽ സിംഹാസനമുണ്ട്. ചിലക്ക് സിംഹാസനം മതി, ചിലക്ക് ഖജനാവ് മതി, ചിലക്ക് സൈന്യം മതി. എന്നാൽ ഇന്ന് രാത്രി ഉപവാസത്തിന്റെ 6ാമത്തെ ദിവസത്തിൽ ജനം പറയട്ടെ, രാജാതി രാജാവേ, എനിക്ക് അങ്ങേ വേണം. രാജാവേ, അങ്ങുണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. അതാണ് ദാവീദ് ചെയ്തത്. ശൗൽ ഒരു പദവിയെ തേടിയപ്പോൾ സ്തോത്രം, ദാവീദ് തേടിയത് കർത്താവിനെ തേടി. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, അവൻ കർത്താവിനെ തേടി. പക്ഷേ ദാവീദ് തേടിയത് ദൈവത്തിന്റെ പ്രസൻസിനെയാണ് തേടിയത്. അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റാ. പ്രസൻസിൽ ഒരു പൊസിഷൻ ഉണ്ട്. ഒരു പൊസിഷൻ ഉണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് പ്രസൻസ് നിമിത്തമാണ്. എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എൻ്റെ എഡ്യൂക്കേഷനോ എൻ്റെ കുടുംബമോ ഒന്നും അല്ല കൊണ്ടുവന്നത്, ആ പ്രസൻസ് ആണ് കൊണ്ടുവന്നത്. പക്ഷെ പ്രസൻസ് തേടുന്നവർ വളരെ കൃത്യമായി കേൾക്ക്, പ്രസൻസ് കൊണ്ടുവരുന്ന പൊസിഷൻ ടെമ്പററി ആയിരിക്കത്തില്ല, പെർമനന്റ് ആയിരിക്കും.
അടുത്തിരിക്കുന്ന ഒരാളെ തൊട്ട് പറഞ്ഞ് എന്നെ പെർമനന്റ് ആക്കിയാണ്. പെട്ടെന്ന് പറഞ്ഞേ, എന്നെ പെർമനന്റ് ആക്കിയ. ഡെയിലി വേജസിന്റെ കാലം കഴിഞ്ഞു. ഇന്ന് രാത്രി കർത്താവ് നിന്നെ പെർമനന്റ് ആക്കിയാണ്. അർത്ഥം തലമുറയായി ഈ ശുശ്രൂഷയിൽ നീയും നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും അവരെ മക്കളും ദൈവകൃപയാൽ തുടരുവാൻ വേണ്ടി പോകുകയാണ്. Yes. Come on. Respond to the Holy Spirit. So how much do you earn? 42 lakhs per annum. 42 lakhs. That is your salary. Yes. What do you do? കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തിയാൻ പറഞ്ഞാൽ എല്ലാവരും കരങ്ങൾ ഉയർത്തണം. ഇതിനകത്ത് വിശ്വാസികളില്ല, ഇതിനകത്ത് എല്ലാം ശുശ്രൂഷകരാണ്. ഇതെല്ലാം അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ആണ്, പാസ്റ്റർ അമ്മമാരാണ്. നിങ്ങൾ എല്ലാവരും നോക്കി ഞാൻ പറയട്ടെ, നിന്നെ ദൈവം ലേവ്യ ഗോത്രത്തെ എന്ന പോലെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലേവ്യ ഗോത്രത്തിൽ ഒന്നുപോലും പാടില്ല. നിന്റെ വീട്ടിൽ ഒന്നും മാനസിക രോഗികളായി തീരത്തില്ല. നിന്റെ വീട്ടിൽ ഒന്നും ആക്സിഡന്റിൽ ചത്തുപോകത്തില്ല. നിന്റെ വീട്ടിൽ ഒന്നും ഡ്രഗ് അഡിക്റ്റ് ആകത്തില്ല. നിന്റെ വീട്ടിൽ ഒന്നും മദ്യത്തിനും മദിരാക്ഷിയുടെ പിന്നാലെ പോകത്തില്ല. പകരം അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളെ സൗഖ്യമാക്കും, രാജ്യമായി അവർ സഭകളെ സ്ഥാപിക്കും. ശൗല് സിംഹാസനത്തെ തേടിയപ്പോൾ, ശൗല് സ്തോത്രം പൊസിഷനെ തേടിയപ്പോൾ, ദാവീദ് അവന്റെ പ്രസൻസിനെയാണ്, ദൈവത്തിന്റെ പ്രസൻസിനെയാണ് അവൻ തേടിയത്. അതുകൊണ്ട് ദാവീദ് മരിച്ചിട്ടും ആ പൊസിഷൻ മരിച്ചിട്ടില്ല. ഒരിക്കൽ കൂടെ, ദാവീദ് മരിച്ചിട്ടും പൊസിഷൻ മരിച്ചിട്ടില്ല. ദൂതൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിൽ ഇറങ്ങി നിന്ന് പറഞ്ഞത് ശൗലിന്റെ സിംഹാസനത്തിൽ മെശിഹ ഇരിക്കുമെന്നല്ല, ദാവീദിന്റെ സിംഹാസനം. ദാവീദിന്റെ സിംഹാസനത്തിൽ മെശിഹ വന്നിരിക്കും. അർത്ഥം ഇതാണ്, പല കസേരകളെ, പല പദവികളെ, പല പൊസിഷനെ ഇന്ന് രാത്രി ഒരു കള്ളനും ഒരു കൊള്ളക്കാരനും തട്ടിയെടുക്കാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ കർത്താവ് പെർമനന്റ് ആക്കിയാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ബാക്കി പറ ഒരിക്കൽ കൂടെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും. ലോകത്തിലുള്ള കാര്യമല്ല എൻ്റെ സ്തുതിയെ നിയന്ത്രിക്കുന്നത്, എൻ്റെ ആരാധനയെ നിയന്ത്രിക്കുന്നത്. അതേ, എൻ്റെ നന്മകളല്ല, എൻ്റെ പൈസയല്ല, എൻ്റെ പ്രോഗ്രാം ഡയറി അല്ല, എൻ്റെ അനുകൂലമായ സാഹചര്യമല്ല. ചിലപ്പോൾ തീച്ചൂളകളായിരിക്കാം, ചിലപ്പോൾ പെരുവെള്ളങ്ങളായിരിക്കാം, ചിലപ്പോൾ കൊടുങ്കാറ്റുകളായിരിക്കാം. പക്ഷെ ആ കൊടുങ്കാറ്റിലും എനിക്കൊരു ആരാധനയുണ്ട്, ആ തീച്ചൂളയിലും എനിക്കൊരു ആരാധനയുണ്ട്. Come on. Oh, the attitude of gratitude. ശത്രുവേ, എൻ്റെ പൈസ പോകുമായിരിക്കും, ശത്രുവേ എൻ്റെ പദവി പോകുമായിരിക്കും, എൻ്റെ പ്രോപ്പർട്ടി പോകുമായിരിക്കും, ജീവനൊഴികെ എല്ലാം പോകുമായിരിക്കും. രണ്ടുപേരെ തൊട്ട് പറ, എൻ്റെ ആരാധന മാത്രം ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പറ, എൻ്റെ ആരാധന ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആരാധന ആൻറ്റി എൻ്റെ ആരാധന വിട്ടുകൊടുക്കല്. അത്യവൃക്ഷം തലക്കയില്ല, മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല. ഒരു വൃക്ഷത്തിന് പ്രയത്നങ്ങൾ നിഷ്ഫലമായി പോകും, ഗോശാരികൾ കന്നുകാലികൾ നശിച്ചു പോകും. എന്നാൽ എല്ലാം അടയും ഞാനും, എല്ലാം പ്രതികൂലമായും. എങ്കിലും ശബ്ദം ഉയർത്തി പറഞ്ഞു, എങ്കിലും, വീണ്ടും എന്നിട്ടും. ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എങ്കിലും എന്നിട്ടും സ്തോത്രം. ദാവീദ് ദൈവത്തെ സ്തുതിച്ചു. സ്തുതി നോയിസ് പൊല്യൂഷൻ അല്ല.
സ്തുതി ശബ്ദ മലിനീകരണമല്ല. എപ്പോഴാണോ അധരം തുറന്ന് സ്തുതിക്കുന്നത്, എന്തോ സ്വർഗത്തിൽ നിന്ന് നിന്നിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓ, അത് പ്രതീക്ഷിച്ചു വേണം ഇനി അന്യഭാഷ പറയാൻ, അത് പ്രതീക്ഷിച്ചു വേണം സ്തോത്രം പറയാൻ, അത് പ്രതീക്ഷിച്ചു വേണം ദൈവത്തെ. കുഞ്ഞേ ഈ ഉപവാസ പ്രാർത്ഥനയിലുണ്ടല്ലോ, ചിലതിനി എല്ലാം ദൈവം നിന്റെ ലൈഫിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഞാൻ പറയുന്നത് നിന്റെ എരിഹോ ഉണ്ടല്ലോ, നിന്റെ എരിഹോ നാളുകളായി വർഷങ്ങളായി അപ്പുറത്തെ എരിഹോയും ഇപ്പുറത്ത് നെടുവീർപ്പെടുന്ന നീയും നടക്കത്തില്ല. നീ എപ്പോഴാണോ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവം അയക്കുന്ന ഒരു ഭൂമി കുലുക്കമുണ്ട്. ആ ഭൂമി കുലുക്കത്തിൽ അതേ ഭൂമി പിളർന്നിട്ട് ആ പിളർന്ന ഭൂമിയിലേക്ക് എരിഹോ അന്ന് അപ്രത്യക്ഷമായി ഇറങ്ങിയെന്ന്. Yes, 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 yes. 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 ചിലതെല്ലാം ഇനി വേറൊരാള് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി നിനക്കുള്ള പ്രവചനം ഇതാണ്: നിന്റെ പ്രേയർ റിക്വസ്റ്റുകളെല്ലാം പ്രൈസ് റിപ്പോർട്ടുകളായി തീരുന്നു. നിന്റെ പ്രേയർ റിക്വസ്റ്റുകളെല്ലാം പ്രൈസ് റിപ്പോർട്ടായി തീരുന്നു. പ്രേയർ റിക്വസ്റ്റുകൾ പ്രൈസ് റിപ്പോർട്ടായി തീരുന്നു. കാരണം നീ ദൈവത്തെ സ്തുതിക്കുമ്പോ ഒരു ഭൂമി കുലുക്കം വന്നിട്ട് ഭൂമി പിളർന്നിട്ട് യെരിഹോ ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അർത്ഥം ഇതാണ്: യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നിന്നെ വെല്ലുവിളിച്ചു നിൽക്കുന്ന പലത് ഭൂമിയിൽ അപ്രത്യക്ഷമാകാൻ പോകുന്നു. കയ്യും കാലും ആമത്തിലാണ്, സമയം അർദ്ധരാത്രിയാണ്. സ്തോത്രം, വസ്ത്രം പറിച്ചു മാറിയിരിക്കുന്നു, മുറിവേറ്റിരിക്കുന്നു, നാണക്കേടാണ്. പക്ഷെ പ്രൈസ് ഉണ്ടോ? യെരിഹോ മറഞ്ഞതുപോലെ പ്രൈസ് ഉണ്ടോ? സ്തുതിയുണ്ടോ? പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജയില് കാണത്തില്ല, സഭ കാണും. ഈ ആറാം രാത്രി ജയിലുകൾ പൊളിയുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ജയിൽ ബ്രേക്കർ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പറ, ജയിൽ ബ്രേക്കർ വന്നിട്ടുണ്ട്. പറ, മിണ്ടാതിരിക്കുന്ന അങ്കിളിന്റെ തലയ്ക്ക് പിടിച്ചാരെങ്കിലും പറ, ജയിൽ ബ്രേക്കർ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയിൽ ബ്രേക്കർ വന്നിട്ടുണ്ട്, ജയിൽ ബ്രേക്കർ വന്നിട്ടുണ്ട്, ജയിൽ ബ്രേക്കർ വന്നിട്ടുണ്ട്. എന്താ പൗലൂസേ ഈ പിച്ചിൽ പാടി അങ്ങ് പൊളിച്ചത്? എന്താ ശീലാസെ നല്ല ഉഗ്രമായിട്ട് അങ്ങ് പാടി തൊലച്ചത്? അതിന് പൊളിച്ചങ്ങ് തൊലച്ച കാര്യം എന്താ? അവർ പറയും, സ്തോത്രം, ഞങ്ങളുടെ പിന്നാലെ തീത്തോസ് വരുന്നുണ്ട്, തീമത്യോസ് വരുന്നുണ്ട്. അടുത്ത തലമുറ ഞങ്ങൾ കിടന്ന ജയിലിൽ കിടക്കാൻ പാടില്ല.
നീ കണ്ട യുദ്ധം, നീ കണ്ട കണ്ണുനീര്, നീ അനുഭവിച്ച തീയ്, നീ അനുഭവിച്ച നിന്ന, നീ അനുഭവിച്ച പ്രശ്നങ്ങള് നിന്റെ അടുത്ത തലമുറ കാണുക ഇല്ല. പകരം യേശുവിന്റെ നാമത്തിൽ നീ കാണാത്ത മഹത്വം, നീ കാണാത്ത സാന്നിധ്യം, നീ ചെയ്യാത്ത ശുശ്രൂഷ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല നിന്റെ അടുത്ത തലമുറയിലേക്ക് ഈ ഇമ്പാർട്ടേഷൻ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. അന്തരീക്ഷം മോശമായിരിക്കും കുഞ്ഞെ, കാട്ടിലായിരിക്കും താമസം, മഴയും മഞ്ഞും എല്ലാം നിന്റെ പുറത്ത് വീഴുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കരടിയും സിംഹവും എല്ലാം നിന്നോട് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ സ്തുതി കുറഞ്ഞു പോകല്ലേ. കേട്ടവർ ആമേൻ പറ. സ്തുതി കുറഞ്ഞു പോകല്ലേ. ഹല്ലേലൂയ. സ്തുതി കുറയല്ലേ, ആരാധനയുടെ ശബ്ദം കുറയല്ലേ. കറിയുടെ എണ്ണം കുറഞ്ഞാലും സ്തോത്രം, ബ്രാൻഡ് തുണിയില്ലെങ്കിലും, അതേ വീടിന്റെ അളവ് കുറഞ്ഞാലും എന്ത് കുറയല്ലേ? പറ എന്തോ കുറയല്ലേ? സ്തുതി കുറയല്ലേ. സ്തുതി കുറയത്തില്ലെങ്കിൽ, ആ ആരാധനയുടെ സ്തുതിയെ മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ നിന്റെ അഡ്രസ് മാറിയിരിക്കും. ആരുടെയൊക്കെ അഡ്രസ് മാറുവാൻ വഴികൾ തുറക്കുകയാണ്. ചില പുതിയ ഭവനങ്ങൾ ദൈവകൃപയാൽ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. പാടി അഡ്രസ്സുകൾ മാറുകയാണ്. അത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, മാത്രമല്ല ഈ ജനത്തിന്റെ സ്റ്റാറ്റസ് ഞാൻ മാറ്റാൻ പോവുകയാണ്. അഡ്രസ് മാറുന്നു, സ്റ്റാറ്റസ് മാറുന്നു. കാരണം ഇടയന്മാരെ വീടാണ്. ഇടയന്റെ വീട്ടിൽ നിന്ന് ഒരു രാജാവ് യാക്കോബിന്റെ ഗോവേണയിലൂടെ മേലെ, ഒരിക്കൽ കൂടെ, ഇടയന്റെ വീട്ടിൽ നിന്ന് യാക്കോബിന്റെ ഗോവണയിലൂടെ ഒരു രാജാവ് മേലെ കയറിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിനക്ക് ചിന്തിപ്പാൻ കഴിയാത്തത് നിന്റെ തലമുറകളിലൂടെ. ഒരു 5 പേരുടെ തോളത്ത്, തലയിലല്ല തോളത്ത് തൊട്ട് പറഞ്ഞ് നിങ്ങളുടെ സ്റ്റാറ്റസ് മാറുകയാണ്. ഒന്ന് പെട്ടെന്ന് പറയാം. 5 പേരെ ഇരുന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. 5 പേരെ ഇരുന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പറ. സ്തോത്രം. നിങ്ങളുടെ സ്റ്റാറ്റസ് മാറുകയാണ്. എണ്ണാൻ പോലും അറിയാത്തവരെ വന്നിട്ടുണ്ട്. 1 2 3 4 5 എന്നാ ഞാൻ പറഞ്ഞേ. 1 2 3 4 5. പറ. നിങ്ങളുടെ സ്റ്റാറ്റസ് മാറുകയാണ്. നിന്റെ സ്റ്റാറ്റസ് മാറുകയാണ്. നിന്റെ സ്റ്റാറ്റസ് മാറുകയാണ്. കുറ്റം പറഞ്ഞ കസിൻസിന്റെ നടുവിൽ, തള്ളിക്കളഞ്ഞ ജനത്തിന്റെ നടുവിൽ, മാറ്റി നിർത്തിയ കുടുംബക്കാരുടെ നടുവിൽ ആരാധിക്കുന്ന കർത്താവിന്റെ തിരുമുഖത്തെ തേടുന്ന ദൈവജനത്തിന്റെ സ്റ്റാറ്റസിനെ അവൻ ദൈവത്തെ തേടി. ശബ്ദം ഉയർത്തി പറ. ദൈവത്തെ തേട്. ശൗല് ദൈവത്തെ തള്ളി, പക്ഷെ ദാവീദ് ദൈവത്തെ തേടി. ദാവീദ് ദൈവത്തെ തേടിയതുകൊണ്ട് അഭിഷേകം അവനെ തേടി വന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയില്ല. അവൻ ഇമ്പാർട്ടേഷന് തല കൊടുക്കാൻ പോയില്ല. പകരം അവൻ കാട്ടിൽ കിടന്ന പ്രൈവറ്റിൽ ദൈവത്തെ തേടി. പ്രൈവറ്റിൽ നീ ഏതവളെ തേടുന്നു? പ്രൈവറ്റ് ലൈഫ് സർക്കിളിൽ നീ ഏതവനെ തേടുന്നു? നിർത്തിക്കോ നിന്റെ ചുറ്റിക്കളി. തേടേണ്ടവരെ തേടിയാട്ടെ. കേട്ടവർ ആമേൻ പറ. രഹസ്യത്തിൽ അവൻ തേടേണ്ടവരെ തേടിയപ്പോ ശമുവേ തൈലക്കൊമ്പ് പാത്രത്തിലാണ് മറ്റവന് കൊടുത്തത്. ശൗലിന് കൊടുത്ത പാത്രത്തില, ഇവന് കൊടുത്ത തൈലക്കൊമ്പില, ആട്ടിൻ കൊമ്പില. നിന്റെ മേൽ പകർന്നത് ഒരു ആട് നിനക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാ.
തൈലക്കൊമ്പ് നിറച്ച് ശമൂവേൽ വരികയാണ്. സ്തോത്രം. യവനെ അഭിഷേകം ചെയ്തു. കാരണം അവൻ ദൈവത്തെ തേടി. നാട്ടിൽ പൊസിഷനുള്ള മറ്റേ അച്ചാച്ചൻ സ്തോത്രം ദൈവത്തെ തള്ളി. പുള്ളിക്ക് റൈറ്റ് റവറൻഡിന് പുള്ളിക്ക് കസേരക്കളി അറിയത്തുള്ളൂ. പക്ഷെ യവന് യുദ്ധം അറിയാം. യുദ്ധത്തിനായി എൻ്റെ കരം, യവനെ ശുശ്രൂഷ അറിയാമെന്ന്. യുദ്ധത്തിനായി എൻ്റെ കരങ്ങളെയും പോരിനായി എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്ന അഭിഷേകം കഴിഞ്ഞ്, അഭിഷേകത്തിൻ്റെ നാളുകൾ കഴിഞ്ഞ് സ്തോത്രം ദൈവവചനം അറിയാവുന്നവന് അങ്ങളെ അവന് വചനം അറിയായിരുന്നു കേട്ടോ. സ്തോത്രം. ഞാൻ തെളിയിക്കാം. സ്തോത്രം. വചനവും ആത്മാവും യവനിൽ ഒരുമിച്ച് നിൽക്കുക. പ്രായം 15 മുതൽ 17 വരെ എന്നാണ് മിക്കവാറും തിയോളജിക്കൽ ബുക്സ് ഞാൻ കണ്ടത്. ഒരു ദിവസം 15, 16, 17 വയസ്സ് അത്രയേ ഉള്ളൂ. അത്രയും ആ പ്രായത്തിൽ സ്തോത്രം അവന് ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ അതേണ്ട ഒരു ഗോലിയാത്ത് നിന്ന് ദൈവത്തെ ദൂഷണം പറയുക. സ്തോത്രം. ദൈവത്തെ ദൂഷിക്കുക. ബ്ലാസ്ഫമി. ദൈവത്തെ ദൂഷിക്കുകയാണ്. വചനം അറിയാവുന്നവനറിയാം. സ്തോത്രം. ദൈവത്തെ ദൂഷിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവത്തെ ദൂഷിക്കുന്നവനെ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. സ്തോത്രം. എന്താ കുട്ടി? എടാ 15, 16, മാക്സിമം 17 വയസ്സ് പ്രായമുള്ള എടാ ദാവീദേ, നീ എന്താ തോട്ടിൽ ഇറങ്ങുന്നത്? അതെ, എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണം പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ദൂഷിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. താഴേക്ക് ഓടിച്ചെന്ന് 5 കല്ലിനി എടുത്തു. നിങ്ങൾക്കറിയാം. സ്തോത്രം. അഭിഷിക്തന് മിസ് ചെയ്തില്ല. പക്ഷെ അഭിഷേകം നഷ്ടപ്പെട്ടവൻ കുന്തമെറിഞ്ഞപ്പോ മിസ് ചെയ്തു. അഭിഷേകം പോയവൻ മിസ് ചെയ്യും. അഭിഷിക്തന് മിസ് ചെയ്യാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ ഇന്റർവ്യൂ മിസ് ചെയ്യത്തില്ല കേട്ടോ. ആ അവസരം മിസ് ചെയ്യത്തില്ല. ഓ കമാൺ, അത് മിസ് ചെയ്യത്തില്ല. ഇൻ ജീസസ് നെയിം. അവനെ എറിഞ്ഞിട്ടു. ആക്ച്വലി എൻ്റെ ഫിസിക്സ് ടീച്ചർ പറഞ്ഞത് ഫോഴ്സ് എങ്ങോട്ടാണ് എക്സേർട്ട് ചെയ്യുന്നത് ആ വഴിക്ക് വസ്തു വീഴുവെന്ന്. പക്ഷേ ഇവൻ അങ്ങനെയാണെങ്കിൽ ഇവൻ പിന്നിലേക്കായിരുന്നു വീഴേണ്ടത്. പക്ഷേ ഇവൻ മുന്നോട്ടാണ് വീണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എറിഞ്ഞ കല്ലിൻ്റെ ഫോഴ്സ് കൊണ്ടല്ല, പിന്നിൽ നിന്ന് കിട്ടിയ ഒരു യുദ്ധമായിരുന്നു. പ്രവചന ക്രിയകൾക്കായി സ്തോത്രം. ചെയ്തോണേ പ്രവചന ക്രിയകൾക്കായി സ്തോത്രം. I release that atmosphere in the name of Jesus. ഈ വാസ പ്രാർത്ഥനയിൽ പ്രവചന ക്രിയകൾ വെളിപ്പെടട്ടെ. അവൻ എറിഞ്ഞത് മുന്നിൽ നിന്നാണ്, പക്ഷെ വീണത് പിന്നിൽ നിന്ന് മുന്നിലേക്കാണ്. ഓടിച്ചെന്ന് അവൻ്റെ ആയുധത്തിൽ തന്നെ അവൻ്റെ തല വെട്ടിയെടുത്ത് അവൻ്റെ തലമുടിയിൽ വലിച്ച് ഇവരിതാ യെരുശലേമിലേക്ക് പോവുക. 3 മീറ്റിംഗ് ആണല്ലേ. ഗുജറാത്ത്, ബാംഗ്ലൂർ, നാളെ റാന്നിയിൽ 3 മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു സൂട്ട് കേസ് ഉണ്ട്. അതും തൂക്കിയാണ് ഞാൻ പോകുന്നത്. സാംസണൈറ്റിൻ്റെ ഒരു സൂട്ട് കേസ്, നീല നിറത്തിലുള്ള ഒരു സാംസണൈറ്റും പിടിച്ച ഈ സൂട്ട് കേസ് എയർപോർട്ട് വഴി ഞാൻ പോകുന്നത്. പക്ഷേ അതേസമയത്ത് ഞാൻ കണ്ടത് സാംസണൈറ്റും. കഥ കേൾക്കല്ലേ, നിനക്കൊരു അഭിഷേകമുണ്ട്. അതൊരു ജയന്റ് കില്ലിംഗ് അനോയിന്റിംഗ് ആണ്. മല്ലന്മാരെ കൊല്ലുന്നവർ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ, മല്ലന്മാർ നിന്റെ മുൻപിൽ വീഴുവാൻ പോകുന്നു. 3 പേരെ തൊട്ട് പറ, മല്ലന്മാർ നിന്റെ മുൻപിൽ വീണിരിക്കും. പറഞ്ഞേ, മല്ലന്മാർ നിന്റെ മുൻപിൽ വീണിരിക്കും. മല്ലന്മാർ നിന്റെ മുൻപിൽ വീണിരിക്കും. ഗ്രാമമാകട്ടെ, പട്ടണമാകട്ടെ, കൾച്ചറുകളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, കേട്ടവർ ആമേൻ പറയേ. ജനം മുഴുവൻ ശൗലിന്റെ പട്ടാളവും ജനവും സ്തോത്രം അതിശയിച്ച് നിൽക്കുമ്പോൾ സ്തോത്രം ഇതാ മല്ലന്റെ തലയും കൊണ്ട് ഇവൻ യെരുശലേമിൽ പോയി. 1-17 നേരെ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ചോദിച്ച ചോദ്യം എന്നാണ്, ദാവീദേ നീ എന്തിനാ സ്തോത്രം ഈ മല്ലന്റെ തലയും കൊണ്ട് യെരുശലേമിൽ പോയത്? അവൻ പറയും, പിന്നെ ഇതൊരു പ്രൊഫറ്റിക് ആക്റ്റാണ്. കാരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ദാവീദ് പുത്രൻ ഇതേപോലെ ഒരു ക്രിയ ചെയ്യാൻ വേണ്ടി പോവുക. കാരണം അക്കാലത്തെ ഈ തലയോട് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് തലയോടിടം. ഓ കമാൺ, ആരോടാ പറയുന്നത്? തലയോടിനെ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് തലയോടിടം. ദാവീദ് ഇതാ മല്ലന്റെ തലയും കൊണ്ട് തലയോടിടത്തേക്കാ പോകുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ ദാവീദ് പുത്രൻ
ദാവീദ് പുത്രൻ പഴയ പാമ്പായ സാത്താന്റെ തലയെ തകർക്കാൻ മരക്കുരിശുമായി ആ മല കയറുകയാണ്. ലൈഫിൽ മലകയറ്റം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത മലകയറ്റം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇൻ ദ നെയിം ഓഫ് ജീസസ് വേറെ ആർക്കുമില്ലാത്ത എന്തൊക്കെയോ നിന്റെ മുൻപിൽ കീഴടങ്ങുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശക്തിയോടെ പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. പറഞ്ഞേ ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. യേശുവിന്റെ നാമത്തിൽ തോൽവി ചിന്തിക്കല്ലേ. സ്തോത്രം. തോൽവിയുടെ പാട്ടുപാടല്ലേ, ജയത്തിന്റെ പാട്ടുപാട്. ജയത്തെക്കുറിച്ച് ചിന്തിക്ക്. വിശ്വാസത്താൽ ജയം കാണ്. യേശുവിന്റെ നാമത്തിൽ നീ ഒരു ജയത്തിന്റെ അടയാളം തന്നെ ആയിരിക്കും. എല്ലാ വാച്ചും നിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. സോ അങ്ങനെ 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 അവൻ കാട്ടിൽ കിടന്നവൻ സ്തുതിച്ചത് നിമിത്തം കൊട്ടാരത്തിലായി. സ്തുതിച്ച് അവൻ കൊട്ടാരത്തിലായി. ഞാൻ ഒരു വാക്കുകൂടെ പറയട്ടെ, സ്തുതി പ്രൊമോഷൻ തരുന്നു. ഇത് നിന്റെ പ്രൊമോഷൻ സീസണാണ്. ഇന്ന് രാത്രി നിന്റെ പ്രൊമോഷൻ ഓർഡർ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിൽ SURESH സ്പേസ് BABU, ഞാൻ എൻ്റെ പേരാ പറഞ്ഞേ. നിന്റെ പ്രൊമോഷൻ ഓർഡർ സ്വർഗത്തിലെ ദൈവത്തിന്റെ കമ്പ്യൂട്ടറിൽ കർത്താവ് ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു. ഏറ്റെടുക്കണം ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ സ്റ്റാറ്റസ് മാറുന്ന പ്രൊമോഷൻ ഓർഡറുകളാണിത്. ഹല്ലേലൂയ. ദാവീദേ, നിന്റെ കിടക്ക മാറുകയാണ് കേട്ടോ. നിന്റെ കാട്ടിലെ തലയണ മാറുകയാണ്. നിന്റെ കിടക്ക മാറുകയാണ്, നിന്റെ തലയണ മാറുകയാണ്, നിന്റെ താമസം മാറുകയാണ്, നിന്റെ അഡ്രസ് മാറുകയാണ്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ദൈവമക്കളും കേൾക്കണം, നിന്റെ ടെലിഫോൺ നമ്പർ വരെ മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ കാട്ടിൽ കിടക്കുന്നവരെ ദൈവം കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. 15, 16, 17 വയസ്സായപ്പോ അവൻ സ്തോത്രം ആരെ ഗോലിയാത്തിനെ കൊന്നു. 30ാമത്തെ വയസ്സായപ്പോ യഹൂദയുടെ രാജാവായി. വേറെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കും, ഞാൻ ഒന്ന് നൃത്തം ചെയ്യട്ടെ. കാര്യം ഒരു ദിവസം പോലും നിനക്ക് കളയാനില്ല. 17ാമത്തെ വയസ്സായപ്പോഴേക്കും ഇവൻ നാഷണൽ ഫിഗറായി. 30ാമത്തെ വയസ്സായപ്പോൾ അവൻ എസ്റ്റാബ്ലിഷ് ആയി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ വലിയപ്പച്ചമ്മൻ 55 ആയപ്പോൾ കണ്ടത് നീ 30 ആയപ്പോൾ നീ കാണണം. സീസൺ നിനക്ക് ഇനി കളയാനില്ല. അതിൻ്റെ ഉറവകളെ ദൈവം തുറക്കുകയാണ്. ആ MNC, ആ മൾട്ടിനാഷണൽ കമ്പനികൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത് പറഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് പറയുന്നു, മൾട്ടിനാഷണൽ കമ്പനി ഉടമസ്ഥർ നിങ്ങളുമായി, നിങ്ങളുടെ മെമ്പേഴ്സായി ദൈവകൃപയാൽ എഴുന്നേൽക്കാൻ വേണ്ടി പോകുകയാണ്. റിസോഴ്സസ്, സൂപ്പർ നാച്ചുറൽ റിസോഴ്സസ്. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഇന്ത്യൻ ചർച്ചസ് ദരിദ്ര സഭയല്ല. ഇന്ത്യൻ പൈസ കൊണ്ട് ലോകത്തെ നമ്മൾ ഇവാഞ്ചലൈസ് ചെയ്യും. അങ്ങനെ അവൻ സ്തോത്രം 30ാമത്തെ വയസ്സിൽ പുള്ളി എസ്റ്റാബ്ലിഷ് ആയി, രാജാവായി. ഹെബ്രോനിൽ ഇരിക്കുക. യഹൂദയുടെ രാജാവ്. ആ യഹൂദയുടെ രാജാവായി. സ്തോത്രം. അവന് എവിടെ സ്തോത്രം ഈ ഹെബ്രോനിൽ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം ആ ലിമിറ്റേഷൻ ദൈവം ബ്രേക്ക് ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. ആ പരിധി എവിടെയാ? യഹൂദയുടെ രാജാവായിരിക്കുന്ന ആ പരിധി സ്തോത്രം ദൈവം അങ്ങ് ബ്രേക്ക് ചെയ്ത്. ദൂത് ഇതാണ് ഇന്ന് വൈകിട്ട് കർത്താവിനോട് പറഞ്ഞത്. സ്തോത്രം. പോയി എൻ്റെ മക്കളുടെ അടുത്ത് പറ, ഈ സ്ഥിതിയിൽ ഇനിമേലാൽ അവർക്ക് തുടരാൻ അവകാശമില്ല. മനസ്സിലായോ? ഈ സ്ഥിതിയിൽ ഈ ലെവലിൽ നിനക്ക് തുടരാൻ ഇനി അനുവാദം ഇല്ല. ഈ സ്ഥിതിയിൽ നീ ഇനി തുടരാൻ അനുവാദം ഇല്ല. ശക്തിയോടെ വലതുകരം ഉയർത്തി പറ, അടുത്ത ലെവലിലേക്ക്. ഒരിക്കൽ കൂടെ, മൂന്നാമതൊരിക്കൽ കൂടെ. പലരെ സ്തോത്രം അവരുടെ ഹെബ്രോനിൽ സെറ്റിൽ ആയപ്പോൾ സ്തോത്രം മൂവ്മെന്റിന്റെ കർത്താവ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ്, ചലനത്തിന്റെ കർത്താവ് പറയുന്നു, സ്തോത്രം ഇവിടെ ഇരുന്ന് നീ സ്റ്റാഗ്നന്റ് ആകല്ലേ, അടുത്ത ലെവലിലേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ്. അടുത്ത വാഗ്ദത്തം പിടിപ്പാൻ സ്തോത്രം ഞാൻ നിന്നെ അയക്കുകയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ലെവലിലേക്ക് നീ കയറേണ്ട സമയം ഇതാ വന്നിരിക്കുകയാണ്. സ്തോത്രം. അടുത്ത ലെവല് യെരൂശലേമിലേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ്. എന്തിന്? സിയോൻ കോട്ട പിടിപ്പാൻ ഞാൻ നിന്നെ അയക്കുകയാണ്. 4 തലമുറയെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയട്ടെ. നമ്പർ 1, അബ്രഹാം അത് വാഗ്ദത്തമായി കേട്ടു.
അബ്രഹാം ആ വാഗ്ദത്തം കേട്ടതാണ്. നമ്പർ 2, മോശ അത് ദൂരത്ത് നിന്ന് കണ്ടതാണ്. സ്തോത്രം. അബ്രഹാം കേട്ടതാണ്, മോശ ദൂരത്ത് നിന്ന് കണ്ടതാണ്. നമ്പർ 3, യോശുവ അതിൽ ജസ്റ്റ് കടന്നതാണ്. പക്ഷേ ദാവീദ് കേട്ടവൻ മാത്രമല്ല, കണ്ടവൻ മാത്രമല്ല, അല്പം കടന്നവൻ മാത്രമല്ല, അവൻ പിടിച്ചെടുത്തവനാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ഇത് കേൾക്കും കാലമല്ല, കാണും കാലമല്ല, സെറ്റിൽ ചെയ്യാൻ അല്പമെന്ന് കടക്കും ദിവസങ്ങളല്ല. പിടിക്കപ്പെട്ടിട്ടില്ലാത്ത കോട്ടകൾ, പിടിക്കപ്പെട്ടിട്ടില്ലാത്ത പട്ടണങ്ങൾ, പിടിക്കപ്പെട്ടിട്ടില്ലാത്ത കൾച്ചറുകൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നീ പിടിച്ചെടുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതെ, അവൻ പിടിക്കപ്പെട്ടിട്ടില്ല. സിയോൻ കോട്ട പിടിപ്പാൻ അവനിതാ പുറപ്പെടുകയാണ്. അവൻ പുറപ്പെടുന്നതായ സമയത്ത് സിയോൻ കോട്ട, സ്തോത്രം, യെരൂശലേം, അവിടെ ജൈൻസ്, അവിടെ മല്ലന്മാർ പാർക്കുകയാണ്. നിങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് നോക്കുമ്പോൾ 7 അതേ ശത്രുക്കൾ വാഗ്ദത്തത്തിൽ തമ്പടിച്ചിരുന്നു. വാഗ്ദത്തത്തിൽ പാർക്കുന്ന 7 ശത്രുക്കളുണ്ട്. അത് വേറൊരു പ്രസംഗം, എല്ലാം പറഞ്ഞ് അടുത്ത പ്രാവശ്യം വേറെ പ്രസംഗിക്കാൻ കാണത്തില്ല. സ്തോത്രം. വാഗ്ദത്ത ദേശത്ത് 7 അതേ ശത്രുക്കളുണ്ട്. ഇവിടെ ഇതാ യെബൂസിയ നിവാസികൾ അവരിതാ യെരൂശലേമിൽ പാർക്കുകയാണ്. അവന്റെ പേരിലാണ് പട്ടണം അറിയപ്പെട്ടത്, യെരൂശലേം, യെബൂസിയർ. ആ പേര് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. വല്ല ഭൂതത്തിന്റെ പേര് അല്ലടോ പല പട്ടണങ്ങളും അറിയപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. അതെല്ലാം ഈ രാജ്യത്തിൽ മാറുവാൻ പോകുകയാണ്. നിന്റെ അഭിഷേകം ദേശത്തിന്റെ മുഖത്തെ തകർത്തിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. യെബൂസ്യർ അവര് ജൈൻസ് ആണ്, അവര് സ്തോത്രം, അതെ, അവര് മല്ലന്മാരാണ്. ദാവീദ് പുറപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ശത്രു നന്മ ഒരിക്കലും പറയത്തില്ല, ശത്രു തിന്മയെ പറയത്തുള്ളൂ. ശത്രു നന്മ പറയത്തില്ല, തിന്മയെ പറയത്തുള്ളൂ. അടുത്തിരിക്കുന്നവർ നോക്കി ചോദിക്കും, മിത്രമാണോ ശത്രുവാണോ? പറ. മിത്രമാണോ ശത്രുവാണോ? പറ. സ്തോത്രം. ഹല്ലേലൂയ. മിത്രമാണെന്ന് പറഞ്ഞവരുടെ അടുത്ത് മാത്രം ഇരുന്നാൽ മതി. അല്ലാതെ ഇങ്ങനെ നോക്കി എന്ന് വിഴുങ്ങിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിയിരിക്കുക. ഹല്ലേലൂയ. മിത്രങ്ങൾ നിന്നെ നോക്കി നന്മ പറയും. മിത്രങ്ങൾ നിന്നെ നോക്കി നന്മ പറയും. ശത്രുക്കൾ പറയുന്നത് ശവപ്പെട്ടി കാണുന്നു, കയറ് കാണുന്നു, തൂങ്ങാൻ കയറ് കാണുന്നു, അതെ, ആത്മഹത്യ ചെയ്ത കുളം കാണുന്നു, സ്തോത്രം, മറ്റേ എന്തുവാ ഒക്ടോപ്പസി കാണുന്നു എന്ന് പറയുന്നത് മുഴുവൻ ലൂസിഫറിന്റെ കൊച്ചുമക്കളാ. യേശുവിന്റെ നാമത്തിൽ അതിനെ മുഴുവൻ അത് മുഴുവൻ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ അങ്ങ് ക്യാൻസൽ ചെയ്യും, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കാണുന്നത് കൈപ്പത്തി പോലെ ഒരു മേഘം കാണുന്നു. ആ ചെറിയ മേഘം കൊണ്ട് ദേശം മുഴുവൻ നനയുന്നു. നന്മ കാണണം, വിടുതൽ കാണണം, അനുഗ്രഹം. അല്ലാതെ ശവപ്പെട്ടി കാണുന്നു, നാക്ക് പുറത്ത് കിടക്കുന്നത് കാണുന്നു, ബൈക്ക് പഞ്ചറായത് കാണുന്നു, കാറ് സ്തോത്രം ഇടിച്ച് തകർന്നത് കാണുന്നു. അങ്ങനെയുള്ളവരെ നോക്കി ബ്രദർ സുരേഷ് ബാബുവിന്റെ വേർഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ഒന്നുകിൽ മാനസിക രോഗിയായിരിക്കും, അല്ലെങ്കിൽ ഭൂതഗ്രസ്തരായിരിക്കും. അടുത്ത വർഷം വിളിക്കുമെങ്കിലേ എന്നെ. സ്തോത്രം. അതെ, ഒന്നുകിൽ അങ്ങനെ പറയുന്ന ശത്രുവിന്റെ വർത്തമാനം പറയുന്നവൻ ഒന്നുകിൽ മാനസിക രോഗിയായിരിക്കും, ഇല്ലെങ്കിൽ ഭൂതഗ്രസ്തരായിരിക്കും. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് നന്നായിട്ട് പറ, അങ്ങനെയുള്ളതിനൊക്കെ സൂക്ഷിക്കണം. പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ചരമഗീതം ഒസാമ ബിൻ ലാദന്റെ നാവല്ല പ്രവചനം. സ്തോത്രം. എൻ്റെ അപ്പൻ സംസാരിക്കുന്നെങ്കിൽ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കും. അല്ലാതെ നീ തൊലയും, നീ തകരും, നീ ഉടയും എന്ന് പറഞ്ഞ ഭൂതങ്ങളെല്ലാം ഇങ്ങോട്ട് നോക്കിയേ. സ്തോത്രം. മിണ്ടിപ്പോകല്. കാരണം നിന്റെ അടിമയല്ല ദൈവസഭ, നിന്റെ വൈപ്പാട്ടിയല്ല ദൈവസഭ, അവന്റെ മണവാട്ടിയാണ് ദൈവസഭ. ശത്രു പറഞ്ഞ നീ ഇങ്ങോട്ട് വാ,
രാക്ഷസനാ പറഞ്ഞ സ്തോത്രം. ജൈൻസാ യബൂസിയർ പറയുക. യബൂസിയുടെ ഒരു ക്യാരക്ടറാണ് മീഡിയാണ്. മീഡിയ അവനെപ്പോഴും സംസാരിച്ചിട്ടിരിക്കണം. ഞാൻ പറയട്ടെ എൻ്റെ കുക്കിങ്, എൻ്റെ സൗന്ദര്യം, എൻ്റെ മക്കള്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കാറ്, എൻ്റെ വീട്, ഞാൻ പറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തിരുവചനം പറയുന്നത് വായുള്ളവനെല്ലാം പറയട്ടെ എന്നല്ല, ചെവിയുള്ളവനെല്ലാം കേൾക്കട്ടെ. എന്തൊരഭിഷേകം! ഹല്ലേലൂയ. വായുള്ളവനെല്ലാം പറയട്ടെ എന്നല്ല, കേൾക്കട്ടെ എന്നോ. വായുള്ളവനെല്ലാം പറയട്ടെ എന്നല്ല, ചെവിയുള്ളവനെല്ലാം മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ വയ്യെങ്കിൽ എനക്കത് വരും, ഇത് വരും. ഇത് അൽഖ്വയ്ദയല്ല, ഇത് തീവ്രവാദിയല്ല, ഇത് സ്തോത്രം അതെ ഹിമാസും ഒന്നുമല്ല, ഇത് ഹിസ്ബുള്ളയും ഹെർബുള്ളയുമല്ല. ഇത് ദൈവസഭയാ. ഞാൻ എന്ത് നിങ്ങളിൽ വിതയ്ക്കുവോ അതാണ് എന്നിൽ കൊയ്യുന്നത്. ഇത് പലപ്പോഴും ഇഷ്ടമുള്ള മണ്ണാ. ഇതിലെന്ത് വിതയ്ക്കുവോ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ദീർഘായുസ് പറയുക, ആരോഗ്യം പറയുക, അനുഗ്രഹം പറയുക, നന്മ പറയുക, ആത്മീയ വിടുതൽ പറയുക, ഭയങ്കര ശുശ്രൂഷ പറയുക, വലിയ തഴപ്പ് പറയുക. അടുത്ത പ്രാവശ്യം തമ്പുരാന്റെ വരവ് താമസമെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഈ സ്റ്റാറ്റസിലല്ല നമ്മൾ കാണാൻ പോകുന്നത്. രണ്ടുപേരും തൊട്ട് വീണ്ടും പ്രവചിച്ചു പറ, ഈ സ്ഥിതിയിൽ തുടരാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അനുവാദമില്ല. ഇന്ന് രാത്രി സ്റ്റേഷനിൽ ഒരു വണ്ടി കയറി കിടക്കുന്നത് പോലെ ചിലതിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യുകയാണ്. അവനിതാ ചലിക്കുമ്പോൾ ശത്രു അറിഞ്ഞു. നീ ചലിക്കുമ്പോൾ സ്വർഗവും അറിയും ശത്രുവും അറിയും. ഒരിക്കൽ കൂടെ നിന്റെ ചലനം സ്വർഗവും അറിയും ശത്രുവും അറിയാം. ആരും വാച്ചു നോക്കല്ല. കർത്താവിനെ നോക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്. സ്തോത്രം. നോക്ക് തിരുവചനം പറയുന്നു ഇതാ സ്തോത്രം. ദാവീദ് ചിലപ്പോൾ ശത്രു പറഞ്ഞ നിന്നെ തടക്കാൻ കുരുടരും മതി, മുടന്തരം മതി. ജൈൻസ് പറയുക, മല്ലന്മാർ പറയുക, ഞങ്ങളുടെ കുരുടരും ഞങ്ങളുടെ മുടന്തരും മതി നിന്നെ തടുക്കാൻ. ആ രണ്ട് പദത്തെ ഞാനങ്ങ് മാറ്റി നിർത്തി പഠിക്കാൻ തുടങ്ങി. സ്തോത്രം. ശത്രുവിൻ്റെ ആഗ്രഹമാണെന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. ശത്രുവിൻ്റെ ആഗ്രഹമാണ് നിന്നെ കുരുടനാക്കണം. ഭാവി എന്തെന്നറിയത്തില്ല, ജീവിതം എന്തെന്നറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എന്തെന്നറിയത്തില്ല. 2030 കുറിച്ച് പ്ലാൻ ഉള്ളവർ മാത്രം കരങ്ങളൊന്നും ഉയർത്തിയാട്ടെ. യെസ് അടുത്ത തലമുറന്മാർ സ്തോത്രം. വേർ there is no vision people shall perish. ദർശനമില്ലാത്തടുത്ത് ജനം നശിച്ചു പോകുന്നു. ഒരു പാസ്റ്റർ നശിക്കണമെങ്കിൽ ദർശനമില്ലാതിരുന്നാൽ മതി. സ്തോത്രം. ഒരു പ്രാർത്ഥികൻ നശിക്കണമെങ്കിൽ ദർശനമില്ലാതിരുന്നാൽ മതി. ഒരു വിശ്വാസ കുടുംബം നശിക്കണമെങ്കിൽ ദർശനമില്ലാതിരുന്നാൽ മതി. ഒത്തിരി എണ്ണത്തിന് കാഴ്ചപ്പാടില്ല. ഒത്തിരി എണ്ണത്തിന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. സ്തോത്ര കുരുടന്മാരായി പോയി. ശത്രു സ്തോത്രം കാഴ്ചപ്പാട് കൊന്നുകളഞ്ഞ്. അതെങ്ങനെയാ ബംഗ്ലേ, അല്ലെങ്കിൽ അതെങ്ങനെയാ ബ്രദറെ ശത്രു കാഴ്ചപ്പാട് കൊന്നുകളഞ്ഞത്? കാഴ്ചപ്പാട് കൊന്നുകളഞ്ഞത് എങ്ങനെയാ? തലേണ വേണമെന്ന് പറയുന്നവർ, തലേണ ഉണ്ടെങ്കിൽ ഉറക്കം വരത്തുള്ളൂ എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ ഉൾപ്പെടെയുള്ള തലേണ വേണ്ടെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. തലേണ വേണ്ട കർത്താവെ. എല്ലാ തലേണ കടയും അടച്ചോ ഇവിടെ? സ്തോത്രം. ബാക്കിയുള്ളവർ കൈ ഉയർത്തിയില്ല. അവർക്കാണെങ്കിൽ ഒത്തിരി തലേണ വേണമായിരിക്കും. നിങ്ങൾക്കറിയാമെന്നുള്ള ഒരു പ്രാസിംഗിൻ്റെ സ്തോത്രം കാറിൻ്റെ ബാക്ക് സീറ്റ് ബാക്ക് ഡോർ, കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നപ്പോൾ 9 വരവും 9 വരവും വരെ 9 തലേണ ഇരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ ലേയിലെ വെള്ളം പിളർന്ന് അത് കുടിച്ച് കഴുത താടിയെല്ലാം കൊണ്ട് അതിനു മുമ്പ് കുന്ന് 2 എന്ന് പറഞ്ഞ് ക്ഷീണിച്ച് ലേയിലെ വെള്ളം കുടിച്ച് ക്ഷീണിച്ച് വന്നവന് ഒരു തലേണ കിട്ടിയെങ്കിൽ ഒന്ന് ഉറങ്ങാമായിരുന്നു. ഒരു തലേണ കിട്ടിയെങ്കിൽ
ഉറങ്ങാമായിരുന്നു. പക്ഷേ അവൻ തിരഞ്ഞെടുത്ത തലയണ നല്ലതോ? ആൻറ്റി, ഉൽപ്പത്തിയിലല്ല ഞാൻ നിൽക്കുന്നത്. ഉൽപ്പത്തിക്ക് ശേഷം വീണ്ടും 65 പുസ്തകമുണ്ട് ആൻറ്റി. സ്തോത്രം. ലേയിൽ കുന്ന് രണ്ടെന്ന് പറഞ്ഞ് കഴുത താടിയെല്ലാം കൊണ്ട് അത് വല്ലപ്പോഴും ബൈബിൾ വായിക്കാൻറ്റി. സ്തോത്രം. കഴുത താടിയെല്ലാം കൊണ്ട് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് എന്നെ കണ്ടിട്ട് പോകാവേ. സ്തോത്രം. അതെ, കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ലേയിൽ വെച്ച് ഭയങ്കര സംഹാരം നടന്ന്, സ്തോത്രം, അതെ, ലേയിലെ വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണിച്ചു വന്നപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. പക്ഷെ അവൻ എടുത്ത തലയണ മോശമായിപ്പോയി. അവൻ തിരഞ്ഞെടുത്ത തലയണ ഒരു ടെററിസ്റ്റിൻ്റെ മടിയായിരുന്നു. ഒരു ടെററിസ്റ്റിൻ്റെ മടിയായിരുന്നു. ദലീലയുടെ മടിയിൽ അവൻ തല വെച്ചു. അച്ചച്ച, ഇന്നത്തെ പ്രസംഗം ഭയങ്കരമായിരുന്നു കേട്ടാ. ഹായ്. ഇന്നത്തെ ഉടുപ്പം നന്നായിരുന്നു. കറുപ്പുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു. വെളുപ്പായിരുന്നു കൂടുതൽ, അതുകൊണ്ട് ഹായ്. ആ പാട്ട് എനിക്ക് ഭയങ്കരമായി. അടുത്ത ആഴ്ചയും അത് എന്നെ പാടാണ്. നിന്റെ തല കാണുമ്പോൾ എനിക്ക് ഭയങ്കര തേജസ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കളിയല്ല പറയുന്നത്, ദൂതാണ് പറയുന്നത്. വല്ല ഇസബേലും ദലീലയും അല്ല ശുശ്രൂഷ നിയന്ത്രിക്കേണ്ടത്. റോങ് പില്ലോയിൽ നീ തല വെച്ചാൽ, നിന്റെ തല വല്ലവർക്കും കൊടുത്താൽ, നിന്റെ തല വല്ലവനും കൊടുത്താൽ, സ്തോത്രം, വാ കൂട്ടിനകത്താക്കാം പ്രാവും പഴവും പോരെ. ഓ കമാൻ, 2ാം ക്ലാസ്സിൽ പണ്ട് പഠിച്ചതാ. സ്തോത്രം. കിടത്തി നിന്നെ ഉറക്കി നിന്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിച്ച്, സ്തോത്രം, നിന്നെ കിട്ട ശത്രു, സ്തോത്രം, പമ്പരം കളിപ്പിക്കും. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമില്ലാത്ത എല്ലാ ബന്ധങ്ങളും ഉടയട്ടെ. ദൈവമില്ലാത്ത എല്ലാ വാതിലുകളും അടയട്ടെ. ദൈവമില്ലാത്ത എല്ലാ വഴികളും അടയട്ടെ. ദൈവമുള്ളത് മാത്രം തുറക്കട്ടെ. എത്ര പേർ ആമേൻ പറയും? എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. സ്തോത്രം. റോങ് പില്ലോ തിരഞ്ഞെടുത്തത് കൊണ്ട് വല്ലവളയിൽ തല കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ കാഴ്ചപ്പാട് പോവും, നിന്റെ ദർശനം തുറയും, നിന്റെ ഭാവി ഉടയും, അവസാനം അന്തസ്സായിട്ട് നരകത്തിൽ വീഴും. നിന്റെ ഒന്നും കൊണ്ട് മേലെ പോകത്തില്ല. ഗെറ്റ് റെഡി. എഴുന്നേക്ക്. സ്തോത്രം. അതെ, ഇത് കഴിയുമ്പോൾ വാട്സപ്പിൽ അയക്കാം, അമ്മയ്ക്ക് അയച്ചു കൊടുക്ക്. ഒരു ഡേഞ്ചറസ് തിരുവാതി പ്രാസിംഗൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എൻ്റെ സ്വസ്ഥത കെടുത്തി. നമുക്ക് ഇവിടെ വെച്ച് ഇതിനെ ഫുൾ സ്റ്റോപ്പ് ഇടാം. കാരണം സ്തോത്രം ഇല്ലെങ്കിൽ അത് എൻ്റെ പരിപാടി തീർന്നു. ശത്രുവിൻ്റെ ആഗ്രഹമാണ് നിന്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിച്ച് നിന്നെ കളിപ്പിക്കണം. കഴിഞ്ഞ 34 വർഷമായിട്ട് ഞാൻ കാണുക, ഒത്തിരി എണ്ണം കളിച്ചിട്ട് കിടക്കുക ശത്രുവിൻ്റെ പാളയത്തിൽ. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നത് അവൻ്റെ ഹെഡ് ക്വാർട്ടർ പിടിക്കാൻ. അങ്ങനെയുള്ള ഒരു 120 എണ്ണത്തെ എനിക്ക് വേണം. ഒന്ന് കൈയുയർത്തിക്ക, ഒന്ന് എഴുന്നേറ്റ എണ്ണത്തിന് ഇത് രാത്രി സ്വർഗത്തിലെ ദൈവം തന്റെ കൃപയാൽ തെരഞ്ഞെടുക്കുകയാണ്. മക്കളെ കേറുവാ. നമ്മൾ ഒറ്റയ്ക്കല്ല. ഒരുവൻ നമുക്ക് മുൻപായി പുറപ്പെട്ടു കഴിഞ്ഞു. യുദ്ധം നിന്റെതല്ല, യുദ്ധം അവൻ്റെതാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഗ്യാരണ്ടി ഞാൻ പറയും, നിന്റെ ചലനം അവന്റെ ചലനമാകാൻ പോവാ. Come on. Respond to the Holy Spirit. Respond to the Holy Spirit. Respond to the Holy Spirit.
ശത്രുവിന്റെ ഭയങ്കര ആഗ്രഹമാണ് നിന്നെ കുരുടനാക്കണം. പക്ഷെ കുരുടന്മാർക്ക് ഹെഡ് ക്വാർട്ടർ പിടിക്കാൻ പറ്റത്തില്ല. കമോൺ, ഞാൻ കുരുടനല്ല എന്ന് തെളിയിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. രണ്ട് കരങ്ങളെ ഉയർത്തി വായു തുറന്ന് പറ, എനിക്ക് കാണാം. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ കാണാം. യെസ്, ഇൻ ജീസസ് നെയിം. ദൈവം കാണുന്നത് പോലെ വിഷയങ്ങൾ കാണട്ടെ. ഇന്ന് രാത്രി മുതൽ ആർക്കും നിന്നെ കളിപ്പിപ്പാൻ കഴിയത്തില്ല. കാരണം ദൈവം കാണുന്നത് പോലെ നീ വ്യക്തികളെ കാണും. ദൈവം കാണുന്നത് പോലെ കള്ള നാണയങ്ങളെ നീ കാണും. ദൈവം കാണുന്നത് പോലെ കള്ള പ്രവാചകന്മാരെ നീ കാണും. മാറ്റേണ്ടതിന് നീ മാറ്റും, ചേർക്കേണ്ടതിന് മാത്രം നീ ചേർക്കും. മക്കളെ ഏറ്റെടുക്കണം. ദൂത ഇതല്ല, പകർച്ച 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 പകർച്ച. Yes, 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 yes. Do it, do it, do it, Holy Spirit. കുരുടരും മുടന്തരും മതി നിന്നെ തടുക്കാൻ. ദുഷ്ടന്റെ രണ്ടാമത്തെ ആഗ്രഹമാണ് നിന്നെ മുടന്തുള്ളവനാക്കണം. ദുഷ്ടന്റെ ആഗ്രഹം നിന്നെ മുടന്തുള്ളവനാക്കണം, നിന്നെ മുടന്തനാക്കണം. മുടന്തന്മാർക്ക് അത് പിടിക്കാൻ പറ്റത്തില്ല. ഹാൻഡിക്യാപ്റ്റ് മുടന്തുള്ളവന് പിടിക്കാൻ പറ്റത്തില്ല. മുടന്തുണ്ടായാൽ എനിക്കൊരു വാക്കിംഗ് സ്റ്റിക്ക് വേണം, എനിക്കൊരു സപ്പോർട്ട് വേണം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ക്യാൻസൽ ചെയ്യാം. പാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാവരും നോക്കി കൃത്യമായിട്ട് പറയട്ടെ, ജീവിതത്തിൽ വാക്കിംഗ് സ്റ്റിക്ക് നിനക്കുള്ളതല്ല. ജീവിതത്തിൽ വീൽ ചെയർ നിനക്കുള്ളതല്ല. ഇന്ന് രാത്രി എല്ലാ സിക്ക് ബാറ്റുകളും നിന്റെ വീട്ടിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുക. മുടന്തുള്ളവന് സ്തോത്രം. അതെ, ആ വടി ഉണ്ടെങ്കിലേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ, അതാ ആ വടി ഉണ്ടെങ്കിലേ നടക്കാൻ പറ്റത്തുള്ളൂ. ആ വടി ഉണ്ടെങ്കിലേ വല്ലയിടത്തും പോകാൻ പറ്റത്തുള്ളൂ. ആ വടി ഉണ്ടെങ്കിലേ സ്തോത്രം അതെ ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള മുടന്തുള്ളവർ ഒത്തിരി പേര് നമ്മളെ ഇടയിൽ കൂടെ കൂടെ കാണാറുണ്ട്. അമ്മാമേ, നീ ഉണ്ടെങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഒരു ഉശിരുള്ളൂ. ബ്രദറെ, നീ ഉണ്ടെങ്കിൽ മാത്രമേ ആരാധനയ്ക്ക് ഒരു മസാലയുള്ളൂ. നീ കീബോർഡ് ഉണ്ടെങ്കിലേ എനിക്ക് ജ്വലിക്കാൻ പറ്റത്തുള്ളൂ. ഓ, മറ്റേ ചപ്പാങ്കുത്തുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുള്ളാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം മുടന്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയും, ഒരുത്തനുമില്ലെങ്കിലും ഞാൻ ആരോ കുറ്റം പറയാനോ ആരോ വെട്ടാനോ അല്ല വന്നേ. ഇങ്ങനെ ഒരു തലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ ആശ്രയിക്കുന്ന കീബോർഡിലല്ല, നീ ആശ്രയിക്കുന്ന ചപ്പാങ്കുത്തിലല്ല, നീ ആശ്രയിക്കുന്ന വർഷിപ്പ് ലീഡറിലല്ല, നീ ആശ്രയിക്കുന്ന ദൈവദാസന്മാരിലല്ല, നീ ആശ്രയിക്കുന്നത് പ്രാർത്ഥനക്കാരിലല്ല. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ, താങ്ങുന്നവർ താങ്ങട്ടെ, കീബോർഡ് വായിക്കുന്നവർ അതെ കീബോർഡ് വായിക്കട്ടെ. പക്ഷെ ചിലർ കുതിരകൾ ആശ്രയിക്കും, ചിലർ രഥങ്ങൾ ആശ്രയിക്കും. പക്ഷേ ഹെഡ് ക്വാർട്ടറുകൾ പിടിക്കുന്നവർ,
കാലമുണ്ടായത് തുടങ്ങി യെരൂശലേമിനെ കാത്തുകൊണ്ടിരിക്കുന്ന കാവൽ ഭൂതങ്ങൾ വ്യാപരിക്കുന്ന മല്ലന്മാർ കാവൽ നിൽക്കുന്ന ആ പട്ടണത്തെ പിടിക്കാൻ മുടന്നുള്ളവനല്ല കഴിക്കുന്നത്. ആശ്രയിക്കുന്നവരാണ് കഴിക്കുന്നത്. മനസ്സിലാകുന്നവർ മാത്രം ആമേൻ പറഞ്ഞാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മുതൽ കർത്താവ് പറയുന്നു, ആരുമില്ലെങ്കിലും ഞാൻ നിന്നെ ഒരു തീപ്പന്തമായി നിർത്താൻ പോവാ. രാത്രി കർത്താവ് പറയുക, സ്തോത്രം, ആരുമില്ലെങ്കിലും നീ ഒരു കാട്ടുതീയാണ്. മൈക്കില്ലെങ്കിലും മറ്റേ മോഡുലേഷൻ ശരി കറക്റ്റ് അല്ലെങ്കിലും യേശുവിന്റെ നാമത്തിൽ പിശാചം മാറി നിൽക്കണ. I am unstoppable. എന്നെ തടുക്കുവാൻ നിനക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ദാവീദ് തെളിയിച്ചു, അവൻ കുരുടനല്ല, അവൻ മുടന്തനല്ല, അവനെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം കർത്താവ് തരികയാണ്. ഇന്ന് രാത്രിയിൽ തെളിയിക്കാൻ, ഈ നാളുകളിൽ, ഈ ആഴ്ചകളിൽ, ഈ മാസങ്ങളിൽ തെളിയിപ്പാൻ ദൈവം ഒരു അവസരം തരികയാണ്. I am unstoppable. എന്നെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നിട്ടും ദാവീദ് സീയോൻ കോട്ട പിടിച്ചു. പരിഹസിക്കുന്നവരുണ്ടായിരുന്നു, എന്നിട്ടും അവനെ എതിർക്കുന്നവരുണ്ടായിരുന്നു, എന്നിട്ടും അവന് നേരെ അപവാദം പറയുന്നവരുണ്ടായിരുന്നു, എന്നിട്ടും അവന്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു, അവനെ എതിരെ സംസാരിക്കുന്നവരുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടായിരുന്നു, പരിധികൾ ഉണ്ടായിരുന്നു, മുറിവുകൾ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് റിജക്ട് ചെയ്തിരുന്നു, അപ്പന്റെ സ്നേഹം കിട്ടിയില്ല, അമ്മയുടെ ആദരവ് കിട്ടിയില്ല, സഹോദരന്മാർ ആ കൂടെ ഉണ്ടായിരുന്നില്ല. കമോൺ, നിന്റെ ലൈഫിൽ അത് വെളിപ്പെടാൻ പോവാ. Prompt, engineering, salary. നിന്റെ ജയത്തിന്റെ മാറ്റ് അവൻ വേറൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. ഒരുത്തരം പറയാൻ കഴിയില്ല, ഞാനുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയത്, ഞാനുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ വന്നത്. പകരം നിനക്ക് പറവൻ തക്കൊണ കഴിയും. എൻ്റെ മഹത്വം 100%, എൻ്റെ ജയം 100%. മഹത്വം, എൻ്റെ ആ മഹത്വം, എൻ്റെ ജയത്തിന്റെ മുഴുവൻ മഹത്വം എൻ്റെ കർത്താവിനുള്ളതാണ്. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, which is called Jerusalem. അത് ദാവീദിന്റെ ക്യാപിറ്റൽ, അത് ദാവീദിന്റെ ക്യാപിറ്റൽ, അത് ദാവീദിന്റെ മാത്രമല്ല, ദാവീദ് പുത്രന്റെ ക്യാപിറ്റൽ. സ്തോത്രം. 50% ആയില്ലേ? സ്തോത്രം. അത് ദാവീദ് പുത്രന്റെ ക്യാപിറ്റൽ. അവിടെയാണ് അവന്റെ വിയർപ്പ് രക്തമായത്. ഏതോ പ്രദേശങ്ങളിൽ, ഏതോ പട്ടണങ്ങളിൽ നിന്റെ വിയർപ്പ് രക്തമായതുപോലെ നീ ഒത്തിരി കരഞ്ഞതാ. ഏതോ സ്ഥലങ്ങളിൽ നിനക്കൊരു ഗതശമനി ഉണ്ടായിരുന്നു, എവിടെയോ നിന്റെ മേൽ കുരിശ് വീണു, പ്രശ്നങ്ങൾ നിന്റെ മേൽ വീണു. എന്നാൽ ഏത് പട്ടണത്തിലാണോ നിന്റെ വിയർപ്പ് രക്തമായത്, ഏത് പട്ടണത്തിലാണോ കുരിശ് നിന്റെ മേൽ വീണത്, എവിടെയാണോ നീ വിവസ്ത്രനായി നഗ്നനായി നിന്ദിക്കപ്പെട്ടത്, ഏത് യെരൂശലേമിലാണോ നീ അപവാദം കേട്ടത്, എവിടെയാണോ നീ തകർന്നത്, എവിടെയാണോ നീ ക്രൂശ് ചുമന്നത്, എവിടെയാണോ നീ ക്രൂശിക്കപ്പെട്ടത്, എവിടെയാണോ നിന്നെ കൊന്നു കളഞ്ഞത്, എവിടെയാണോ നിന്നെ അടക്കിയത്, എവിടെയാണോ നീ ഇനി ഇല്ലെന്ന് പറഞ്ഞ കള്ളക്കഥ കള്ളക്കഥ കള്ളക്കഥ, നീ ഇനി ഇല്ല, നീ ഇനി ഇല്ല, നീ ശുശ്രൂഷയിൽ ഇല്ലെന്ന് പറഞ്ഞത്, അവിടെ തന്നെ ആമാരുടെ മുൻപിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു ക്യാപിറ്റൽ പണിയുകയാണ്.
ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്ന 5 പേരെ തൊട്ട് പറ, നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്. പറ പറ പറ. ആ ആൻറ്റിയെ, ആ മിണ്ടാതെ നിൽക്കുന്ന ആൻറ്റിയെ കൈക്ക് പിടിച്ച് പറ, നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്. ആ നിന്നയുടെ നടുവിൽ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. വേണ്ടേ? ആ നിന്നയുടെ നടുവിൽ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. ആ പരിഹാസത്തിന്റെ നടുവിൽ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. ആ തിരസ്കരണത്തിന്റെ നടുവിൽ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. നിന്നെ കുറച്ച് കാണിക്കുന്നവരുടെ നടുവിൽ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. ഇന്ന് രാത്രി ഞാൻ പോവും, പക്ഷെ ഈ ദൂത് പോകത്തില്ല. ഓ, ഈ ദൂത് ഇവിടെ നിന്ന് ഫലം കായ്ക്കാൻ പോകുകയാണ്. അവരുടെ നടുവിൽ ആ പട്ടണത്തിൽ അവിടെ തന്നെ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. കരങ്ങൾ അടിച്ചു വായികളെ തുറന്ന്, കരങ്ങൾ അടിച്ചു വായി തുറന്ന്. ആൾ മാറിയവനായി, ആൾ മാറിയവളായി, വീണ്ടും ആൾ മാറിയവനായി, ആൾ മാറിയവളായി, ആൾ മാറിയവനായി, ആൾ മാറിയവനായി നിനക്കൊരു തിരിച്ചുവരവ് സ്വർഗം ഇന്ന് രാത്രി കൽപ്പിക്കുകയാണ്. അവസ്ഥ മാറ്റി അവൻ നിനക്കൊരു ടേൺ അറൗണ്ട്, അവൻ നിനക്കൊരു തിരിച്ചുവരവ് ഇന്ന് രാത്രി കൽപ്പിക്കുകയാണ്. കമാൻ, 2 പേരെ കറങ്ങുന്നത് ഞാൻ കണ്ടു. അതൊരു പ്രൊഫറ്റിക് ആക്ഷൻ ആണെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുത്താട്ടെ. റെഡി, 1 2 3. നിനക്കൊരു തിരിച്ചുവരവുണ്ട്, നിനക്കൊരു തിരിച്ചുവരവുണ്ട്. ഓ, നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ, ഒതുക്കിയവരുടെ നടുവിൽ, മുറിവേൽപ്പിച്ചവരുടെ നടുവിൽ, സെക്കൻഡ് കാറ്റഗറിയായി കണ്ടവരുടെ നടുവിൽ, അപവാദം പറഞ്ഞവരുടെ നടുവിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. അന്ന് വന്നത് കുഞ്ഞാടായിട്ടാണ്, എന്നാൽ ഇനി വരാൻ പോകുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. അന്ന് വന്നത് ശിശുവായിട്ടാണ്, പക്ഷെ ഇനി വരുന്നത് രാജാവായിട്ടാണ്. ഓ ഗ്ലോറി, ഓ ഗ്ലോറി. മഹത്വത്തിന്റെ മേഘം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഓ ഗ്ലോറി. അന്ന് വന്നപ്പോ പുൽത്തൊഴുത്തിൽ എല്ലാവരും കുനിഞ്ഞു നോക്കി. എന്നാൽ ഇനി വരുമ്പോ ആകാശ മേഘങ്ങളിൽ എല്ലാവരും തല ഉയർത്തി നോക്കാൻ പോകുന്നു. അന്ന് വന്നത് പാപികൾക്ക് വേണ്ടി, എന്നാൽ ഇനി വരുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി. അന്ന് വന്നത് മരിക്കുവാനാണ്, ഇനി വരുന്നത് ഭരിക്കുവാനാണ്. 1000 ആണ്ട് ഭരിക്കുവാനാണ് ഇനി വരുന്നത്. അന്ന് വന്നപ്പോ കഴുതപ്പുറത്തിരുന്നു, പക്ഷെ ഇനി വരുമ്പോ വെളുത്ത കുതിരപ്പുറത്തിരിക്കാൻ പോകുന്നു. അന്ന് വന്നത് ക്രൂശിൽ കിടപ്പാനാണ്, പക്ഷെ ഇനി വരുന്നത് സിംഹാസനത്തിൽ ഇരിപ്പാനാണ്. അന്ന് വന്നപ്പോ ഒരു മുൾക്കിരീടം, ഇനി വരുമ്പോ പൊൻകിരീടം. അന്ന് വന്നപ്പോൾ ഹെരോദാവ് പരിഹസിച്ചു, പിലാത്തോസ് ചോദ്യം ചെയ്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു, യൂദ കാണിച്ചു കൊടുത്തു. ഇനി വരുമ്പോൾ രാജാക്കന്മാർ, നേതാക്കന്മാർ, കർത്താക്കന്മാർ, at the name of Jesus every knee shall bow, every tongue shall confess. യേശു എന്ന നാമത്തിന് മുൻപാകെ മുട്ടുമടക്കാൻ പോകുന്നു. ഞാൻ നിർത്തി. കുട്ടി, എന്നും കണ്ണുനീരല്ല മക്കളെ, എന്നും പരിഹാസമല്ല, എന്നും ആക്ഷേപമല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും മുറിവല്ല. ഇന്ത്യൻ ചർച്ചിൽ, ലോക ദൈവസഭയിൽ പിടിക്കപ്പെട്ടിട്ടില്ലാത്ത പട്ടണങ്ങളെ, ദ്വീപുകളെ, കൾച്ചറുകളെ പിടിക്കുവാൻ ദൈവം നിന്റെ ജീവിതത്തെ, നിന്റെ മിനിസ്ട്രിയെ ദൈവം ഉപയോഗിക്കാൻ പോവാ. രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ
4 ചുവരിനകത്ത് ഒതുങ്ങുന്ന ഒരു മെഗാ ചർച്ച് അല്ല. സ്തോത്രം. ബിയോണ്ട് ദാറ്റ്, അതിനേക്കാൾ ഉപരിയായി പിടിക്കപ്പെട്ടിട്ടില്ലാത്ത കൾച്ചറുകൾ, കളറുകൾ, രാജ്യങ്ങൾ, ഓൺലൈനിലുള്ളവർ സ്തോത്രം. അതേ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഓൺലൈനിലുള്ളവർ നിങ്ങളുടെ പട്ടണങ്ങൾ ഏതാണ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്. നിങ്ങളുടെ പട്ടണങ്ങളുടെ പേര് കാലിഫോർണിയ ആയിരിക്കാം, ഫ്ലോറിഡ ആയിരിക്കാം, സ്തോത്രം, ദുബായ് ആയിരിക്കാം, കുവൈറ്റ് ആയിരിക്കാം, അതെ, ഹൈദരാബാദ് ആയിരിക്കാം, ട്രിവാൻഡ്രം ആയിരിക്കാം. കമോൺ, ടൈപ്പ് ഇറ്റ് ഔട്ട്, ടൈപ്പ് ഇറ്റ്. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ടൈപ്പ് ഇട്ടിട്ട് അവിടെ സ്തോത്രം. അത് പിടിക്കപ്പെടാൻ പോവാ, അതെല്ലാം പിടിക്കപ്പെടാൻ പോവാ. ആ പട്ടണം പിടിക്കപ്പെടാൻ പോവാ. പട്ടണത്തിൽ ഒരു സഭയല്ല, പട്ടണമേ സഭയാണ്. പട്ടണത്തിൽ ഒരു സഭയല്ല, പട്ടണമേ സഭയാണ്. പട്ടണമേ സഭയാണ്. പട്ടണമേ സഭയാണ്. നീ അതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞു. നീ അതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞു. നീ അനുഭവിച്ച റിജക്ഷൻ, നീ അനുഭവിച്ച മുറിവ്, പുറമെ നീ ചിരിച്ചു. How are you, sister? I'm fine. No, you are not fine. How are you, brother? I'm okay. No, you are okay. പുറമെ നീ ചിരിച്ച ഉള്ളിൽ മുറിവുമായി ചതഞ്ഞ ഓടിക്കാത്തവൻ, കമാ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ചതഞ്ഞ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നെ. കരങ്ങളെ ഉയർത്തി നീ പക്ഷം നീരും വേലകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഒരിക്കൽ കൂടെ നീ രണ്ട് കരങ്ങൾ ഉയർത്തിയിരിക്കട്ടെ. നിർബന്ധമായി കണ്ണുകൾ അടച്ചു. ആര് കുനിഞ്ഞു നിൽക്കുക? രണ്ട് കരങ്ങൾ ഉയർത്തിക്കാൻ മോനെ. സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് above your head. ചെറിയ പ്രായത്തിലെ മുറിവുകൾ, ചെറിയ പ്രായത്തിലെ റിജക്ഷൻ, ചെറിയ പ്രായത്തിലെ വ്യഥകൾ, രോഗങ്ങൾ, വേദനകൾ, കണ്ണുനീർ തുടച്ച് മേ ബി വിഷക്കുപ്പി എടുത്ത കരങ്ങൾ, കയറെടുത്ത കരങ്ങൾ. രാത്രി ഈ കരങ്ങൾ ഒഴിഞ്ഞതല്ല. ഈ കരങ്ങളിൽ അപ്പൻ വയ്ക്കുന്ന ഒരു കൂട്ടം താക്കോലുകളുണ്ട്. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്. ഒന്നല്ല, കമോൺ, ഇമ്പാർട്ടേഷൻ, പകർച്ച. കണ്ണുകളടച്ച് നിർബന്ധമായി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നിർബന്ധമായി പ്രാർത്ഥിക്കാം. രാത്രി അറ്റ്മോസ്ഫിയറിൽ കിലുങ്ങുന്ന ഒരു കൂട്ടം താക്കോലുകളുണ്ട്. കിലുങ്ങുന്ന ഒരു കൂട്ടം താക്കോലുകളുണ്ട്. ആരെയും ഇങ്ങോട്ട് കടത്തത്തില്ലെന്ന് പറഞ്ഞ് ലൂസിഫർ പാർപ്പിച്ച ജൈൻസിൻ്റെ പട്ടണമാകുന്ന സിയോൻ കൊട്ടയിലേക്ക് ഇതാ മാർച്ച് ചെയ്ത ദൈവത്തിൻ്റെ ദാസനായ ദാവീദിൻ്റെ സൈന്യം പോലെ, ദൈവദാസനായ ദാവീദിൻ്റെ സൈന്യം പോലെ കരങ്ങളെ ഉയർത്തി അഭിഷേകത്തിൽ നിറഞ്ഞ് നിൽക്കുന്ന ഈ ജനം ലോകരാജ്യങ്ങളിൽ, ഭാരതത്തിൽ, വിവിധ റീജൻസിൽ, വിവിധ പട്ടണങ്ങളെ ഈ തലമുറയിൽ പിടിച്ചെടുത്തിരിക്കും. കമൺ, കരങ്ങളെ ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ കണക്ട് ചെയ്യുകയാണ്. കമൺ, ആത്മാവിൽ കണക്ട് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു മഹത്വത്തിന് മേഘം ഈ ഹാളിൽ എല്ലായിടത്തും നിറഞ്ഞ് ഒരു ഓപ്പൺ അംബ്രല്ലായി
ഒരു വിടർന്ന് നിൽക്കുന്ന ഒരു കുട എന്ന പോലെ ഇതാ ഇറങ്ങി നിൽക്കുകയാണ്. കരങ്ങൾ ഉയർത്തി. ഫാദർ, in the name of Jesus, ഈ ജനത്തിനായി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പകർച്ചയുടെ പുതപ്പ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ പകർച്ചയുടെ പുതപ്പ് വ്യാപരിക്കട്ടെ. കരങ്ങളെ ഉയർത്തി അന്യഭാഷ പറഞ്ഞ് ഏറ്റെടുക്ക. യെസ് യെസ് യെസ്, ഏറ്റെടുക്ക. റിസീവ് റിസീവ്